ജനങ്ങളും ഈ പറയുന്ന പിണറായിയും മരുമകനും തമ്മിൽ ഏറ്റുമുട്ടലിൻ്റെ എന്താ പറയുക, അതിൻ്റെ നേർചിത്രം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ വരും. ഈ ഗവൺമെൻറ്റിൻ്റെ 3ാം ടേമിലേക്കുള്ള യാത്രയിൽ കുറിക്കത്തക്ക രീതിയിൽ ഒരു മുന്നേറ്റം തന്നെ സൃഷ്ടിക്കാൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് സാധിക്കും. നിലമ്പൂർ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ പ്രതീകമായി നിലമ്പൂരിലെ ജനങ്ങൾ നിൽക്കും. അവരുടെ മുന്നിൽ ഈ സർക്കാരിനെ ഞങ്ങൾ ജനങ്ങളുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ ഞങ്ങൾ വിചാരണ ചെയ്യും. ഇപ്പോൾ ഒരു 6 മാസം മാത്രമല്ലേ ഉള്ളൂ ബൈ ഇലക്ഷൻ്റെ. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങളുടെ ഇപ്പോഴത്തെ ഫോക്കസ് എന്ന് പറയുമ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനാണ്. അതാണ് ഞങ്ങൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഇലക്ഷൻ. ഏറനാടിന്റെ രാഷ്ട്രീയ കളരിയിൽ വീണ്ടും ഒരംഗത്തിന് ചൊല്ലുവിളി. ചോര വീണ മണ്ണാണ്. രാഷ്ട്രീയ കളിയും കളംമാറ്റവും ഏറെ കണ്ട ചരിത്രവുമുണ്ടതിന്. ഏറനാടിന്റെ ചെകുവേര സഖാവ് കുഞ്ഞാലിയുടെ ചോര തൊട്ടാണ് ഇടതിന് ഓരോ രാഷ്ട്രീയ പോരും. ആഴത്തിൽ വേരോട്ടവും ആകാശത്തോളം പൊക്കവും ഉണ്ടെങ്കിലും ആര്യാടനൊപ്പം തലപ്പൊക്കം ഉണ്ടായിട്ടില്ല ആർക്കുമെന്ന് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം. PV അൻവർ കളം മാറ്റി ചവിട്ടിയ മണ്ണിൽ ഇനി മുന്നിൽ 25 ദിവസം. 19 പോരാട്ടനാൾ, 23 വിധി. നിലമ്പൂരിൽ തലപ്പൊക്കമാർക്ക്. സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ അഡ്വക്കേറ്റ് കെ സരൺകുമാർ CPM-ൽ നിന്ന്, ഡോക്ടർ ജിൻഡോ ജോൺ കോൺഗ്രസിൽ നിന്ന്, ശ്രീ PR ശിവശങ്കരൻ BJP-യിൽ നിന്ന്, മാതൃഭൂമി ന്യൂസ് പ്രതിനിധി ശ്രീ CK വിജയനും വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട് ഈ ചർച്ചയിൽ. ആദ്യം ചർച്ചയിലേക്കും അതിഥികളിലേക്കും പോകുന്നതിന് മുൻപ് ശ്രീ PV അൻവർ സൂപ്പർ പ്രൈം ടൈമിനോട് പ്രതികരിക്കുകയാണ്. ശ്രീ PV അൻവറിലേക്ക് പോകാം നമുക്ക്. ശ്രീ PV അൻവർ, നിലമ്പൂർ UDF-ന് സമ്മാനമായി കൊടുക്കുമോ? എന്താണ് സംശയം? 2 സമ്മാനം കൊടുത്തല്ലോ. ഒന്ന് നമ്മുടെ മാനന്തവാടി മണ്ഡലത്തിൽ പനമരം പഞ്ചായത്ത് കൊടുത്തു, നിലമ്പൂർ മണ്ഡലത്തിൽ നമ്മുടെ ചുങ്കത്തറ പഞ്ചായത്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഒരു നിയമസഭാ മണ്ഡലം കൂടെ സമ്മാനമായി കൊടുക്കും. അതിനൊരു തർക്കമില്ല. അതും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ കൊടുക്കും. ശ്രീ PV അൻവർ, ഈ 2100 വോട്ടിന്റെ വ്യത്യാസമാണ് 2021 നിലമ്പൂരിലുള്ളത്. നേരിയ വോട്ട് വ്യത്യാസം. അന്നത്തെ സാഹചര്യമേ അല്ല, ചേരുവകളെല്ലാം കടകം തിരിഞ്ഞ് നിൽക്കുകയാണ്. എന്ത് സംഭവിക്കും? അതെ, ഘടകം തിരിഞ്ഞല്ല നിൽക്കുന്നത്, അനുകൂലമായി നിൽക്കുകയാണ്. 2700 കൂടെ ഒരു 0 കൂടി മിനിമം ചേർക്കാം. 27,000 വോട്ടിന്റെ ഭൂരിപക്ഷം മിനിമം. കുഴപ്പമില്ലല്ലോ. ഇല്ല, നല്ല നമ്പറാണ്. പക്ഷെ അത് ഉറപ്പുണ്ടോ? ഓക്കെ, തീർച്ചയായിട്ടും, നോ ഡൗട്ട്. എന്തൊക്കെയാണ് അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുക? കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പിണറായിസം, അത് മാത്രം മതിയല്ലോ. പിന്നെ ഇപ്പോൾ പുതുതായിട്ട് മരുമോനിസം വന്നിട്ടുണ്ടല്ലോ. ജനങ്ങളിത് കാണുകയല്ലേ, അനുഭവിക്കുകയല്ലേ. ഒരു കുടുംബത്തിൻ്റെ കീഴിലേക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ, ഒരു തൊഴിലാളി വർഗ പാർട്ടിയെ എങ്ങനെയാണ് കാൽക്കീഴിലാക്കുക എന്നത് അമ്മായിയപ്പനും മരുമകനും കാണിച്ചു കൊടുക്കുകയല്ലേ. അതിലെ ദുരന്ത കഥാപാത്രങ്ങളല്ലേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും പാവപ്പെട്ട അണികളും തൊഴിലാളികളും, അതുപോലെ തന്നെ ജനങ്ങളും. ശ്രീ PV അൻവർ, അവിടെ ഒരു ഫാക്ടറി അല്ലെന്നാണ് ആദ്യമായിട്ടൊരു സത്യം അവർ പറഞ്ഞു. PV അൻവർ അവിടെ ഒരു ഫാക്ടറി അല്ല, അവിടെ ഫാക്ടർ ജനങ്ങളാണ്. CPM അടുത്ത കാലത്ത് പറഞ്ഞ സത്യവത. PV അൻവർ ഫാക്ടർ അല്ലല്ലോ, അവിടെ ജനമാണ്. തെരഞ്ഞെടുപ്പ് നടക്കുന്നത് LDF UDF തമ്മിലല്ല, അത് തെറ്റിദ്ധാരണയാണ്. അത് തിരുത്തണം നിങ്ങൾ ആദ്യം. അവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ജനങ്ങളും പിണറായിസവും മരുമോനിസവും തമ്മിലാണ്. അതുകൊണ്ട് അവിടെ ഫാക്ടർ ജനങ്ങളാണ്. ആ ജനങ്ങളുടെ ഫാക്ടറാണ് ഈ പറയുന്ന പിണറായി ഗവൺമെൻറ്റും പിണറായിസവും തിരിച്ചറിയാൻ പോകുന്നത്. ആ ഉത്തരവാദിത്വം നിലമ്പൂരിലെ ജനങ്ങൾ ഏറ്റെടുക്കും. ഇപ്പോൾ എന്താണ് മാധു നടക്കുന്നത്? 3ാമതും മരുമകൻ തന്നെ അധികാരത്തിൽ വരും. അടുത്ത മുഖ്യമന്ത്രിയാണല്ലോ മരുമകൻ. അമ്മായിയപ്പന് ഒരു നിവൃത്തിയില്ലെങ്കിൽ മരുമകനെ മുഖ്യമന്ത്രിയാക്കും. അതുകൊണ്ട് 3ാമതും ഞങ്ങൾ വരുന്നു എന്ന നെറേറ്റീവല്ല സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ ജനം ഇനി അനുവദിക്കുമോ? ഈ ആളുകളുടെ എല്ലാം പേരിൽ ഊറ്റം കൊണ്ടിരുന്ന ആളാണ് ശ്രീ PV അൻവർ അടുത്ത കാലം വരെ. ഇതൊരു രാഷ്ട്രീയ ബുദ്ധിയല്ലേ? ഞാൻ എങ്ങനെയാണ് വിരിഞ്ഞത്? എൻ്റെ വ്യക്തിപരമായ കാര്യത്തിനാണോ? എൻ്റെ എന്തെങ്കിലും ലാഭത്തിനാണോ? ഈ പറയുന്ന മരുമോനിസത്തിലേക്കും കുടുംബാധിപത്യത്തിലേക്കും ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയുടെ ഓഫീസും എല്ലാ നിരക്കും നീങ്ങി തുടങ്ങിയപ്പോഴാണ് ഞാൻ അതിനെ എതിർത്തത്. ഇവിടെ ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ന്യൂനപക്ഷ സമുദായത്തെയും അതുപോലെ തന്നെ മതേതരവാദികളെയും ഒറ്റപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഒരു വേർതിരിവുണ്ടാക്കുന്ന, കേരളത്തിന് ഒരിക്കലും പരിചിതമല്ലാത്ത ഒരു രാഷ്ട്രീയ സംഹിത ഇവിടെ കെട്ടിപ്പടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഒരു ഭാഗത്ത് ശ്രമിക്കുന്നു. അതോടൊപ്പം ഈ ശക്തികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പണമുണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് നിർബാധം നടക്കുന്നു. എന്താ ഇപ്പോൾ കോഴിക്കോട് എയർപോർട്ട് വഴി സ്വർണം വരാത്തത്? എന്താ പോലീസ് പിടിക്കാത്തത്? ഇപ്പോൾ ആരാ പിടിക്കുന്ന? കസ്റ്റംസ് ആണല്ലോ. എങ്ങനെ നിന്നുപോയി ഇത്?
അന്ന് അവിടെ പ്രവർത്തിച്ചിരുന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ എന്തിനാണ് സ്ഥലം മാറ്റിയത്? അപ്പോൾ പണമുണ്ടാക്കാനുള്ളൊരു ഒറ്റ സ്രോതസ്സായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ മാറ്റി ഈ പറയുന്നത് പോലെയുള്ള സാമൂഹിക ഛിദ്രത വരുത്താൻ പൊളിറ്റിക്കൽ എയിമിൽ വെറും വോട്ട് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് എന്ന് പറയുന്ന ഗവൺമെൻറ് തൊഴിലാളികളെ പാടെ തിരസ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ അല്ല, എന്റെ മനസാക്ഷിക്കാൻ ഈ ആരോപണങ്ങളൊക്കെ വലിയ വിവാദമുണ്ടാക്കി എന്നുള്ളത് ശരിയാണ്. പക്ഷെ നടപടി ഉണ്ടായില്ല. ഒരു നടപടി ഉണ്ടാവില്ല. അത് തന്നെയാണ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. ജനങ്ങളുടെ കോടതിയിലാണ് ഇത് തീരുമാനിക്കപ്പെടാൻ പോകുന്നത്. എന്താണ് ഇപ്പോഴും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലും തെളിയിക്കപ്പെട്ടോ? എങ്ങനെ തെളിയാനാണ്? ഇത് അന്വേഷിക്കുന്നത് ആരാ? ഇവരുടെ ഏജൻസികൾ, ഇവരുടെ വിജിലൻസ്, ഇവരുടെ ക്രൈംബ്രാഞ്ച്, ഇവരുടെ സ്റ്റേറ്റ് പോലീസ്. ഇന്ന് കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFIO എവിടെ പോയി? ഏത് ഏജൻസിയാണ്? കേന്ദ്ര ഏജൻസികളും സംസ്ഥാന ഏജൻസികളും മുഴുവൻ ഇവരുടെ കയ്യിൽ. ഇവർ രണ്ടും ഒന്ന്. പിന്നെ എന്ത് തെളിയിക്കപ്പെടും? ഒന്നും തെളിയിക്കപ്പെടില്ല. RSSനെ നേരിട്ട് എതിർക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവ് പിണറായി വിജയനാണെന്നാണ് CPMന്റെ പക്ഷം. അതെ, അത് സംഘ് പരിവാറിനൊപ്പമാണോ സംഘ് പരിവാറിന്റെ കൂടെയാണോ കിടന്നുറങ്ങുന്നതെന്നൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ ജനങ്ങളത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ജനങ്ങൾക്ക് ഇനി ഇത് തിരിച്ചറിയാനൊന്നുമില്ലല്ലോ. എന്താണ് മാറ്റം? CPM AKG സെൻറ്ററിൻ്റെ കളർ ചുവപ്പ് മാറ്റി കാവി അടിച്ചില്ലേ? അതിനെക്കുറിച്ച് പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ എന്താ പാർട്ടി സെക്രട്ടറി പറഞ്ഞത്? ചുവപ്പോ? അതൊരു നെഗറ്റീവ് കളറല്ലേ. എവിടെ എത്തി? ഫാസിസ്റ്റോ BJPയോ? ഒരിക്കലും ഫാസിസ്റ്റ് അല്ല. ആരാ പറയുന്നത്? പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. ഇനി ഇതിലപ്പുറം എന്താ വേണ്ടത്? ഇതൊന്നായി നീങ്ങുകയല്ലേ കേരളത്തിൽ? ജനങ്ങളത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇനിയും അധികാരത്തിൽ ഞങ്ങൾ PV അൻവർ, സാമുദായിക സമവാക്യങ്ങളൊക്കെ ഒത്തിണങ്ങി നേരത്തെ പോലെ തന്നെ ഒരു സ്വതന്ത്ര പരീക്ഷണത്തിന് CPM ഒരുങ്ങിയാൽ ജയസാധ്യതയില്ലേ? പടച്ചവൻ തന്നെ നേരിട്ടവിടെ വന്നതെന്നാലും നിലമ്പൂരിലെ ജനങ്ങൾ വിടില്ല. മനസ്സിലായില്ലേ? പക്ഷെ പറയുന്നുണ്ടല്ലോ. എങ്ങനെ? അതല്ല, അതാണ് പറയുന്നത്. ജനങ്ങൾ ഈ പറയുന്ന ചെകുത്താൻ, പിണറായിസം എന്ന് പറയുന്ന ചെകുത്താൻ. അല്ലല്ല, അതായത് അങ്ങാണ് രാവിലെ പറഞ്ഞത് അവിടെ ഏത് ചെകുത്താൻ നിന്നാലും ജയിക്കുമെന്ന്. ഇപ്പോൾ പറയുന്നു പടച്ചോ നിന്നാലും ജയിക്കില്ല എന്നും. അതുകൊണ്ടാണ് ചോദിച്ചത്. അങ്ങ് പറഞ്ഞാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും. കാരണം ഇന്ന് ചെകുത്താൻ്റെ കൂടെയാണ് അവർ. ആ ചെകുത്താന്മാരുമായിട്ടാണ് അവർ നടക്കുന്നത്. അതുകൊണ്ട് ചെകുത്താനെ പിടിച്ചിട്ട് പടച്ചോനാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയാലും നിലമ്പൂരിലെ ജനങ്ങൾക്കത് തിരിച്ചറിയാൻ സാധിക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ തിരിച്ചറിവ് 26-ൽ അവർ തിരിച്ചു വരുമെന്നുള്ള ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നരേഷൻ അത് അടിസ്ഥാനരഹിതമാണെന്നും കേരളത്തിലെ പൊതുസമൂഹം അവർക്കെതിരാണെന്നും തെളിയുന്ന തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഉണ്ടാവും. പിണറായിസത്തിനും മരുമോനിസത്തിനുമെതിരെ ജനങ്ങളാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇടത് സൈബർ മേഖല അപ്പാടെ നേതൃത്വം നൽകിയിരുന്ന, അതിൽ അഭിരമിച്ചിരുന്ന ഒരാളാണ് അങ്ങ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആ സംവിധാനം മുഴുവനും അങ്ങേക്കെതിരെ നിൽക്കില്ലേ? ഇല്ല, ഇതിൽ PV അൻവർ ഒരു ഫാക്ടറും അല്ല. ഐ എം ഓൺലി എ ലേമാൻ ഇൻ ദ സ്റ്റേറ്റ്. ഞാൻ ഈ പറയുന്ന ഈ വിഷയങ്ങൾ എനിക്ക് കണ്ണുകൊണ്ട് കണ്ടതുപോലെ ബോധ്യപ്പെട്ട ഈ അനീതിക്കെതിരെയാണ് ഞാൻ ശബ്ദിച്ചിറങ്ങിയത്. ആ അനീതിക്കെതിരെയുള്ള പോരാട്ടത്തിന് വേദിയൊരുക്കാൻ കൂടിയാണ് ഞാൻ രാജിവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായും അവിടെ ആരും മത്സരിച്ചാലും അത് കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് തന്നെയാണ് ഞാനും കാണുന്നത്, നിലമ്പൂരിലെ വോട്ടർമാരും കാണുക. അതിൽ രാഷ്ട്രീയമുണ്ടാവില്ല. UDF സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ചില നിബന്ധനകളൊക്കെ PV അൻവർ ആദ്യഘട്ടത്തിൽ മുന്നോട്ട് വെച്ചിരുന്നു. ഇപ്പോൾ പക്ഷെ നിരുപാധിക പിന്തുണയാണ്. എന്തുകൊണ്ടാണ്? ഒന്നാം ഘട്ടം അന്ന് ഞാൻ രാജിവെക്കുന്ന രാഷ്ട്രീയ ചിത്രമല്ല ഇന്ന് കേരളത്തിലുള്ളത്. ഈ 5 മാസം കൊണ്ടുണ്ടായിട്ടുള്ള പല മാറ്റങ്ങളും നമ്മൾ കാണുന്നുണ്ട്. പിണറായിസം പിടിമുറുക്കുകയാണ്. പാർട്ടി സംസ്ഥാന സമ്മേളനം നമ്മൾ കണ്ടു, ജില്ലാ സമ്മേളനങ്ങൾ കണ്ടു. എന്താ സംഭവിച്ചത്? വാർഡ് ബ്രാഞ്ച് സെക്രട്ടറി പിണറായി, ലോക്കൽ സെക്രട്ടറി പിണറായി, ഏരിയ സെക്രട്ടറി പിണറായി, ജില്ലാ സെക്രട്ടറി പിണറായി, സംസ്ഥാന സെക്രട്ടറി പിണറായി. പിണറായിസത്തോടൊപ്പം നിൽക്കുന്ന ഒരാൾക്കല്ലാതെ ഈ ഗവൺമെൻറ്റിനെതിരെയോ പിണറായിസത്തിനെതിരെയോ ചർച്ച നടത്തിയ ഒരു സഖാവിനെ പോലും എവിടെ അക്കമഡേറ്റ് ചെയ്തിട്ടില്ല. ഒരു ചർച്ചയും നടന്നിട്ടില്ല. അപ്പോൾ പൂർണ്ണമായിട്ടും ഒരു സംസ്ഥാനത്തെയും ഒരു സംസ്ഥാനത്തെ പാർട്ടിയെയും വരുതിയിൽ നിർത്തിക്കൊണ്ട് കുടുംബാധിപത്യം അടിച്ചേൽപ്പിക്കുന്ന രാഷ്ട്രീയ ചരിത്രത്തിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിധമുള്ള അധാർമികമായ രാഷ്ട്രീയമാണ് കഴിഞ്ഞ 5-6 മാസമായി കൊണ്ട് ഇവിടെ കൂടുതൽ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ളൊരു നിലപാട് എനിക്ക് സ്വീകരിക്കേണ്ടി വന്നു. അത്രയേ ഉള്ളൂ.
ശരി, വളരെയധികം നന്ദി ശ്രീ പി വി അൻവർ ഞങ്ങളോട് സംസാരിച്ചതിന്. ഒരു തിരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് കേരളത്തിന്റെ മുഴുവൻ രാഷ്ട്രീയ ശ്രദ്ധയും പോവുകയാണ്. CK വിജയനിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. വിജയൻ, നമ്മൾ അവിടുത്തെ വോട്ടിന്റെ വ്യത്യാസം, വോട്ട് ശതമാനം, വോട്ട് വീഴുന്ന രീതി, ഇതുവരെയുള്ള സമവാക്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം ഇന്ന് നേരം വെളുത്തപ്പോൾ മുതൽ ഈ സമയം വരെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. ആ കണക്കുകൾക്കും സാങ്കേതികതയ്ക്കും അപ്പുറത്ത് വിജയൻ, ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ നിലമ്പൂരിന്റെ രാഷ്ട്രീയം കാത്തുവച്ചിരിക്കുന്നത് എന്തായിരിക്കും? അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഇപ്പോൾ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മാധു PV അൻവറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു വാക്ക് വളരെ ശ്രദ്ധേയമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് പിണറായിസം എന്നാണ്. ഒരുപക്ഷെ ആ വാക്ക് വെച്ചാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹം തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നയിക്കുന്ന രീതിയിൽ UDFന്റെ മുന്നിലുണ്ടാവുക, അല്ലെങ്കിൽ UDFന്റെ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു വെപ്പൺ ആയിട്ട് PV അൻവർ മുന്നിലുണ്ടാകും എന്ന് നമുക്ക് വ്യക്തമാണ്. ഒരുപക്ഷെ ഇതുവരെ അൻവർ പറഞ്ഞതിൽ നിന്നും കുറേ കൂടി കാര്യങ്ങൾ ഇനിയും വെളിപ്പെടുത്താൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാകും എന്നൊരു ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇത്രയും നാൾ അദ്ദേഹം ആദ്യം പറഞ്ഞു തുടങ്ങിയത് പോലീസിനെതിരെയാണ്. ആ പോലീസിൽ നിന്ന് പിന്നീട് അദ്ദേഹം അത് ADGP MR അജിത് കുമാറുമായിട്ടുള്ള കൂട്ടുകെട്ടിനെ കുറിച്ചായി, പിന്നീട് P ശശിയെക്കുറിച്ചായി, പിന്നീട് മുഖ്യമന്ത്രിയെക്കുറിച്ചായി. ഇങ്ങനെയായിരുന്നു അദ്ദേഹം ഘട്ടം ഘട്ടമായി ഈ CPMൽ നിന്ന് അകലുകയും പിന്നീട് രാജിവെച്ച് ഒഴിയുകയും ചെയ്യേണ്ടി വന്ന കാര്യം. ഈ സമയങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം പറയാതിരുന്ന എന്തോ ചില കാര്യങ്ങൾ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്, തെളിവ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഒരുപക്ഷെ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം തന്നെ പുറത്തുവിടും. കാരണം നമുക്ക് ഓർമ്മയുണ്ട്, ഓരോ ദിവസവും ഓരോന്നുപോലെ ഏറുപടക്കം പോലെ വിവാദങ്ങൾ PV അൻവർ വകെ ഉണ്ടായിരുന്ന സമയം. പക്ഷെ അതിനുണ്ടായിരുന്ന ആ സമയത്തുണ്ടാകുന്ന ഒരു പ്രഹരശേഷി, അതായത് മുന്നണിക്കുള്ളിൽ നിന്ന് പറയുമ്പോഴത്തെ പ്രഹരശേഷി, മുന്നണിയിൽ നിന്ന് പുറത്തിറങ്ങി പോകുമ്പോൾ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ, ആ സമയത്തൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുകയാണെങ്കിൽ സ്വാഭാവികമായും ഇതൊന്ന് അടങ്ങിയിരുന്നു. CK ഒന്ന് അയഞ്ഞിരുന്നു. ആ പ്രക്ഷുബ്ധതയിൽ നിന്ന് തിരിച്ചു കയറാൻ CPMന് കഴിഞ്ഞിട്ടില്ലേ ഈ ഒരു ഗ്യാപ്പ് വെച്ച്? അത് ഒരുപക്ഷെ അങ്ങനെ നമുക്ക് കാണാം. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഈ പിണറായിസത്തിൻ്റെ ശക്തി ഇപ്പോൾ കൂടി വരികയാണ്. അത് കുറേ കൂടി എനിക്ക് തോന്നുന്ന ആൾക്കാരിലെല്ലാം തന്നെ കുറേ കൂടി വിസിബിളായി വന്ന ഒരു കാലമാണ് അദ്ദേഹത്തിൻ്റെ രാജിക്ക് ശേഷം ഇങ്ങോട്ടുണ്ടായിരിക്കുന്ന കാലം. കാരണം ഇപ്പം പാർട്ടി സമ്മേളനം കഴിഞ്ഞു, ഇപ്പം പാർട്ടിയുടെ അഖിലേന്ത്യാ സമ്മേളനം കഴിഞ്ഞു, അതിൽ അദ്ദേഹം ജനറൽ സെക്രട്ടറി തിരഞ്ഞെടുക്കുന്നു. ഇതിലെല്ലാം തന്നെ ഏറ്റവും നിർണായകമായ ആൾ എന്ന് പറയുന്ന ഒറ്റയാളേ ഉള്ളൂ, വേറെ ചർച്ചയ്ക്ക് ഒരാളെ പോലുമില്ല. അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. മുഖ്യമന്ത്രിയും അദ്ദേഹം തന്നെയാണ്, പാർട്ടി സെക്രട്ടറിയും അദ്ദേഹം തന്നെയാണ്, അഖിലേന്ത്യാ സെക്രട്ടറിയും അദ്ദേഹം തന്നെയാണ് എന്ന രീതിയിലാണ് ചർച്ച. അതായത് പൊതുവിൽ ഒരു അധികാര കേന്ദ്രം എന്ന രീതിയിൽ സമ്പൂർണ്ണമായി അദ്ദേഹത്തിൻ്റെ കൈകളിലാണ് എന്ന ഒരു ചർച്ച പൊതുസമൂഹത്തിൻ്റെ അകത്ത് സ്വാഭാവികമായും ഉണ്ട്. അതിനവർ പറയുന്ന ഒട്ടേറെ ന്യായങ്ങളുമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെയാണ് അദ്ദേഹം പിണറായിസം എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. നമുക്കറിയാം 7-5 പഞ്ചായത്തുകളിൽ ഒക്കെ വലിയ തോതിൽ വോട്ടൊഴുക്കുള്ള ഒന്നാണ്. ആര്യാടൻ മുഹമ്മദിന്റെ കോട്ടയായിരുന്ന, കുത്തകയായിരുന്ന മണ്ഡലമാണ്. PV അൻവർ എന്ന ഒറ്റ പരീക്ഷണത്തിൽ കൈവിട്ടു പോയതാണ്. ഷൗക്കത്തിന് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. നാളെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് ഉണ്ടാവുക എന്ന് പറയുന്നു. ഇതിനിടയിലുണ്ടായ മണ്ഡലത്തിൽ ഇറങ്ങിച്ചെന്നുള്ള UDFന്റെ തയ്യാറെടുപ്പുകൾ എങ്ങനെയായിരുന്നു CK? UDFനെ സംബന്ധിച്ചിടത്തോളം അത്ര വിശദമായ ഒരു മുന്നൊരുക്കം അവർ അവിടെ സംഘടനാ തലത്തിൽ നടത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ലീഗ് അവിടെ നടത്തിയിട്ടുണ്ട്. ലീഗ് UDF എന്ന് പറയുന്ന ഒരു ബോഡിയായിട്ട് അവിടെ നടന്നിട്ടില്ല. പക്ഷേ ലീഗ് വളരെ കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ട്. അവരവിടെ ബൂത്ത് കമ്മിറ്റി മുതൽ അവരുടെ മണ്ഡലം കമ്മിറ്റി വരെയുള്ള എല്ലാ കമ്മിറ്റികളും പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി സംബന്ധിച്ച ചർച്ചകളുണ്ട്. ഒരുപക്ഷേ ഈ ആര്യാടൻ ഷൗക്കത്തും ജോയും തമ്മിലുണ്ടായിരിക്കുന്ന ഈ സ്ഥാനാർത്ഥി സംബന്ധിച്ച തർക്കത്തിനകത്ത് പോലും ഏറ്റവും നിർണായകമായ ഇടപെടൽ നടത്തിയതും അതിലൊരു പരിഹാരം ഏതാണ്ടായിട്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആര്യാടൻ ഷൗക്കത്തിലേക്ക് തന്നെ UDFന്റെ സ്ഥാനാർത്ഥിത്വം പോകും എന്നൊരു 90% ഉറപ്പ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അത്തരത്തിൽ കാര്യങ്ങളിലെല്ലാം തന്നെ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നതിന് വേണ്ടിയും യോജിച്ച ഒരു പോരാട്ടത്തിന് വേണ്ടിയും ലീഗ് അടക്കം മുൻകൈ എടുത്തിട്ടുണ്ട്. ആ മുൻകൈ ഇപ്പോൾ ഏറ്റവും പ്രകടമായി നമ്മുടെ മുന്നിൽ വരികയും ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നത് UDF ആയിരിക്കും. ശരി, കഴിഞ്ഞ കുറേ ഉപതെരഞ്ഞെടുപ്പുകളിലായി കോൺഗ്രസിന്, UDFന് അങ്ങനെ കഴിയുന്നുമുണ്ട്. ഞാൻ CKയിലേക്ക് വരാം. ശ്രീ PR ശിവശങ്കരൻ, BJPക്ക് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പേടിയാണോ? ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ചോദ്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള ചോദ്യത്തിലൂടെ ചോദ്യകർത്താവിനെയോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളെയോ സന്തോഷിപ്പിക്കുക എന്നുള്ള മാധുവിൻ്റെ ഒരു ലക്ഷ്യം, അത് വേണമെങ്കിൽ ലക്ഷ്യം കണ്ടു എന്ന് വേണമെങ്കിൽ വിശ്വസിച്ചോളൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്,
ഈ തിരഞ്ഞെടുപ്പ് കൊണ്ട് ഈ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ഒരു ഭൂമികയിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് തീർച്ചയായും ഞങ്ങളുടെ കോർ കമ്മിറ്റിയും അതുപോലെ തന്നെ NDA കമ്മിറ്റികളും ചേർന്ന് ഇതിൽ ഒരു തിരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഞങ്ങൾ ഇതിനെ നേരിടേണ്ടത്, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ ഏത് സ്ഥാനാർത്ഥി വേണം, അത്തരത്തിലുള്ള കാര്യങ്ങൾ നിശ്ചയിക്കാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ ചോദ്യം സാങ്കല്പിക ചോദ്യമാണ്. ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് സംസ്ഥാനത്തെ രാഷ്ട്രീയ രീതിയിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുന്നില്ല എന്ന് പറയുന്നത് ശരിയാണ്. ഭരണം മാറില്ല. ഒരു പക്ഷേ UDF-ന് അനുകൂലമായി വിധിയെഴുത്ത് ഉണ്ടാവുകയാണെങ്കിൽ അക്കം മാറും. LDF-നുമായി അപ്പോഴും വലിയ അന്തരമുണ്ട്. പക്ഷെ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടന്നിട്ട് കുറച്ച് മാസങ്ങളേ ആവുന്നുള്ളൂ. അന്ന് ഇത് ബാധകമായിരുന്നില്ല. അല്ല, ഞങ്ങളുടെ അവിടുത്തെ രാഷ്ട്രീയമായ തീരുമാനങ്ങൾ ഞങ്ങൾക്ക് വിജയിക്കാൻ എത്രത്തോളം സാധ്യതയുണ്ട്, ഞങ്ങളുടെ അത്തരത്തിലുള്ള കാര്യങ്ങളോട് നോക്കണ്ടേ. വെറും ഒരു തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുമ്പോൾ ഒരു പൊളിറ്റിക്കൽ എക്സസൈസ് മാത്രമായിട്ടല്ലല്ലോ. ഞങ്ങളുടെ മുന്നേറ്റം കൂടി തീർച്ചയായിട്ടും അതിൽ കണക്കാക്കണം. അവിടെ എത്ര സഖ്യകക്ഷികൾക്ക് എത്ര സ്വാധീനമുണ്ട്, ഞങ്ങളുടെ സ്വാധീനമുണ്ട്. ഞങ്ങളിപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതുപോലെ സംസ്ഥാനത്ത് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇത്തവണത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ശക്തമായി തിരിച്ചുവരവ് നടത്തണം. ഒരു വലിയ സംഖ്യ ഞങ്ങൾക്ക് പഞ്ചായത്തുകളിൽ, ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയും BJP ഭരണത്തിന് കീഴിലാവണം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ മറ്റൊരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ അൻവറിനെ ചുറ്റിപ്പറ്റിയാണല്ലോ ഇപ്പോൾ മാതൃഭൂമിയും ചർച്ചയിലൊക്കെ മുന്നോട്ട് വെച്ചത്. ഈ അൻവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിൽ തന്നെ ഇരു മുന്നണികളുടെയും ദ്രവിച്ച അവരുടെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയും അതുപോലെ തന്നെ അവരുടെ രാഷ്ട്രീയ പ്രതിബദ്ധതയുടെയും രൂപമുണ്ട്. നോക്കൂ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇന്ന് അൻവറിനെ മുന്നോട്ട് നയിക്കുന്ന അല്ലെങ്കിൽ അൻവർ കൂടെയുള്ള UDF എന്നുള്ള സഖ്യകക്ഷി അല്ലെങ്കിൽ മുന്നണി, ആ മുന്നണിയുടെ ചെയർമാനെതിരെ, ദേശീയ ചെയർമാനെതിരെ ശ്രീ അൻവർ 2003 ഏപ്രിൽ പറഞ്ഞ വാക്കുകൾ ഇതുവരെ അദ്ദേഹം വിഴുങ്ങിയിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധി ഒരു 4th ഗ്രേഡ് പൊളിറ്റീഷ്യനാണ് എന്നല്ലേ അദ്ദേഹം ഏപ്രിലിൽ പറഞ്ഞത് പാലക്കാട് നിന്ന്. ആ പറയാനുള്ള കാരണം എന്താ? രാഹുൽ ഗാന്ധി ചീഫ് മിനിസ്റ്ററെ കുറിച്ച് പറഞ്ഞത്, രാഹുൽ ഗാന്ധി ഇവിടെ വന്നപ്പോൾ ചീഫ് മിനിസ്റ്ററെ എന്തുകൊണ്ട് സെൻട്രൽ ഏജൻസീസ് ചോദ്യം ചെയ്യുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചതിനെതിരെയല്ലേ ശ്രീ PV അൻവർ പറഞ്ഞത് ഹീസ് എ 4th ഗ്രേഡ് പൊളിറ്റീഷ്യൻ എന്ന്. അതുമാത്രമാണോ? ഒരു രാഷ്ട്രീയക്കാരനും ഇതുവരെ പറയാത്തതുപോലെ രാഹുൽ ഗാന്ധിയുടെ DNA ടെസ്റ്റ് ചെയ്യണം എന്നല്ലേ അദ്ദേഹം പുറകെ പറഞ്ഞത്? അദ്ദേഹം DNA ടെസ്റ്റ് ചെയ്യണം, നെഹ്റു കുടുംബത്തിലെ ആണോ എന്ന് DNA ടെസ്റ്റ് ചെയ്യണമെന്ന് ഒരു നേതാവ് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സാധാരണ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ എൻ്റെ ഹസനൊക്കെ കേസിന് പോയിരുന്നു. ഗാന്ധി എന്ന പേര് ഹി ഡസൻറ്റ് ഡിസർവ് ദ നെയിം ഓഫ് ഗാന്ധി എന്നെല്ലാമാണ് അദ്ദേഹം പറഞ്ഞത്. ഹസൻ കേസിന് പോയിരുന്നു. 135A പ്രകാരവും 125 പ്രകാരവും അതിന് പ്രകാരം കേസെടുത്തിരുന്നു. എന്നിട്ട് ആ കേസുകളൊക്കെ എന്തായി? ആ കേസുകളൊക്കെ ഇവർ മറന്നോ? അത് ജനങ്ങൾ മറക്കണം എന്നാണോ? അതേ ഇനി അൻവർ പറഞ്ഞത് ശരിയെന്നാണോ ജനങ്ങൾ വിശ്വസിക്കേണ്ടത്? അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നടത്തി അതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളുണ്ടായി, കോൺഗ്രസിൽ പ്രതിഷേധമുണ്ടായി, ഈ മുന്നണി പ്രവേശവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു വലിയ പ്രശ്നമായി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ശരി, ഇതൊക്കെ അവരെ ബാധിക്കുന്നതാണ്. പക്ഷെ ഞാൻ ചോദിച്ചത് BJPയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. സംസ്ഥാനത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുന്ന ഓളവും രാഷ്ട്രീയ കോളിളക്കവും ഒക്കെ BJPക്ക് നന്നായി അറിയാം. ആ സമയത്ത് തീർത്തും അപ്രസക്തരായി മാറി നിൽക്കുക, അല്ലെങ്കിൽ ആ പോരിൽ ഒരു പങ്കാളിയെ ആകാതിരിക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ തീരുമാനമെടുക്കുക വലിയ ഒരുപാട് ചിന്തിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഞാൻ വിശ്വസിക്കുന്നത് മാധു ഞങ്ങളുടെ കോർ കമ്മിറ്റിയിൽ ഇല്ല എന്നാണ്. ഞങ്ങളുടെ കോർ കമ്മിറ്റി നിശ്ചയിക്കുന്ന പറഞ്ഞേക്കണത്. ഒരല്പം സമയം തരും നിശ്ചയിക്കാനും മുന്നേറാനും. ഞങ്ങൾക്ക് തീരുമാനിക്കട്ടെ. ഞങ്ങൾ കോർ കമ്മിറ്റിയിൽ അല്ലെങ്കിൽ കോർ കമ്മിറ്റിയുടെ നിശ്ചയം കഴിഞ്ഞാൽ തന്നെ അത് NDA എന്നുള്ള കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയുടെ മറ്റ് രണ്ട് മുന്നണികളും സ്ഥാനാർത്ഥികളെ പറ്റിയൊക്കെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ മത്സരിക്കണമോ എന്ന് ചിന്തിച്ചതോ ഒരു അസാധാരണത്വമായോട് ചോദിച്ചേ ഉള്ളൂ. നിങ്ങൾ മത്സരിച്ചാലും നിങ്ങളുടെ കാര്യം, മത്സരിച്ചില്ലെങ്കിലും നിങ്ങളുടെ കാര്യം, ഞാൻ പൂർണ്ണ ബഹുമാനത്തോടെ അല്ല ഞാൻ ഒരു മിനിറ്റ് കൂടി അത്തരം ഞങ്ങൾക്കൊരല്പം സമയം വേണം. കഴിഞ്ഞ തവണയും തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സമയമെടുത്തു. നിങ്ങൾക്കറിയാം, ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അവസാനം പ്രഖ്യാപിച്ചത് BJP ആണ്. അതിനുള്ള ഇനിയിപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചാൽ പോലും പ്രഖ്യാപിക്കാൻ സമയമെടുക്കും. കേന്ദ്ര നേതൃത്വത്തിൻ്റെയും കൂടി ഉത്തരവ് വേണം. കാരണം ഒരു MLA പോസ്റ്റിലാണ്, മറ്റുള്ളതല്ല. അതുകൊണ്ട് സമയം വേണം. നോക്കൂ, അടുത്ത പാർട്ടിയുടെ കയ്യിൽ ഈ സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ LDF അവർ മുന്നോട്ട് വയ്ക്കുന്ന ആദർശം, അവർ പറയുന്നത് കമ്മ്യൂണിസം ശാസ്ത്രീയമായ ദർശനം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രകൃതി സ്നേഹവും അതിൻ്റെ അടിസ്ഥാനമാണ്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് 6 ഏക്കർ 7 ദിവസത്തിനകം തിരിച്ചു നൽകണമെന്ന് ഇവിടുത്തെ താമരശ്ശേരിയിലെ താലൂക്ക് ഓഫീസർ ഓർഡർ ഇട്ടിരുന്നു. എന്തിനാണ്? ഈ MLA കയ്യേറിയ സ്ഥലം.
ഈ MLA സ്ഥലങ്ങൾ കയ്യേറുന്നു, അവിടെ അനധികൃതമായി വലിയ പോണ്ടുകൾ പണിയുന്നു, വലിയ രീതിയിൽ കയ്യേറ്റം നടക്കുന്നു. ഇത്രയും കാലം ഈ MLA ആയിരുന്നപ്പോഴും ഇത് നടത്തിയിട്ട് അതിനെ നിരുപാധികം പിന്തുണച്ച, അതിനെ പൂർണ്ണമായും അനുമോദിച്ചു കൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനം LDF ഇന്ന് പറയുകയാണ് ഇത് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഈ സംസ്ഥാനത്ത് ഈ രണ്ട് മുന്നണികളും കെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുർഘട സന്ധിയാണ്. അൻവറിനെ ഇല്ലാതെ ഇവർക്ക് വിജയിക്കാൻ പറ്റില്ല. ഒരു കാലഘട്ടത്ത് അൻവറിനെ LDF പിന്തുണച്ചിരുന്നു. ഇപ്പോൾ സ്വന്തം കേന്ദ്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ വിമർശിച്ചിട്ടും ഇന്ന് UDF പിന്തുണയ്ക്കുന്നത് ചില വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിലാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഈ വിഭാഗത്തിന്റെ വോട്ട് ഈ ചർച്ചയിൽ ഒരു നില എന്ന് പറയുന്നത്. ഞാൻ അങ്ങേക്ക് വരാം. അഡ്വക്കേറ്റ് കെ. സരൺകുമാർ, അങ്ങേക്ക് കേൾക്കാമോ? അഡ്വക്കേറ്റ് കെ. സരൺകുമാർ, ശ്രീ M. സ്വരാജിന്റെ നേതൃത്വത്തിൽ സംഘടനാ സംവിധാനം കൃത്യമായി ചലിപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ്. നിങ്ങളുടെ സംസ്ഥാന സമിതി അംഗമാണ്, ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്, യുവജന സംഘടനകളെ കൂടെ നിർത്താൻ കഴിയുന്ന ഒരാളാണ്. ആ നേതൃത്വത്തിൽ നിലമ്പൂർ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി വരികയാണ്, സുസജ്ജമാണ്, കുത്തനെയുള്ള വിജയമുണ്ടാകും, കുതിപ്പുള്ള വിജയമുണ്ടാകും എന്നുള്ളതാണ് ഇന്ന് പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണമായി വരുന്നത്. എന്താണ് നിലമ്പൂരിലെ LDF പ്രതീക്ഷ? LDFനെ സംബന്ധിച്ചിടത്തോളം മികച്ച പ്രതീക്ഷ തന്നെയാണുള്ളത്. കാരണം LDF സർക്കാരിൻ്റെ തുടർച്ചയായിട്ടുള്ള 9ാം വർഷം, രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വർഷം, അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആഘോഷ പരിപാടികളും പൂർത്തീകരിച്ച് രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്ക് സമർപ്പിച്ച് ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഗവൺമെൻറ് നടത്തിയിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങൾ വിശദമായി പരിശോധിച്ച് അഭിപ്രായം പറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൻ്റെ നേട്ടങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾ ആ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു തുടർച്ച കിട്ടാൻ ഈ സംസ്ഥാനത്ത് ആകെ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത്. ആ ഉപതെരഞ്ഞെടുപ്പ് ശരിക്കും വരുത്തി വച്ചത് തന്നെയാണ്. ഇവിടെ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ ശ്രീ PV അൻവർ ചില കാര്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടായി. അദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം ഈ പൊതുസമൂഹത്തിൽ അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ജനങ്ങളുടെ ഭാഗത്തുനിന്നില്ല. കാരണം ഇപ്പോൾ ദേശീയപാതയിൽ ഉണ്ടായ 2-3 വിള്ളൽ 2 ദിവസം പ്രധാനപ്പെട്ട ചർച്ചയായിരുന്നു. ആ ചർച്ചയിലടക്കം അദ്ദേഹം ഏറ്റവും മികച്ച പരിസ്ഥിതിവാദിയായിട്ട് വന്നിരുന്ന് LDF ഗവൺമെന്റിനെ ആക്രമിക്കുകയുണ്ടായി. അപ്പോൾ കേന്ദ്ര ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ഉള്ള സാഹചര്യങ്ങളെ മറച്ചിട്ടാണ് മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ PWD മിനിസ്റ്ററെയും എല്ലാം ആക്രമിക്കുകയുണ്ടായത്. കുറച്ച് നാളായി അദ്ദേഹം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചു, നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചു. ആ വിഷയങ്ങളിലൊന്നും ഒരു തരത്തിലുള്ള സാധൂകരണം ഉണ്ടായില്ല. അദ്ദേഹം പറഞ്ഞതിൽ ഒരു മെറിറ്റിന്റെ കഴമ്പ് പോലും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് അദ്ദേഹം എന്തിന് MLA സ്ഥാനം രാജിവെച്ചു, എന്ത് പർപ്പസാണ് അതുകൊണ്ട് സെർവ് ചെയ്യപ്പെട്ടത്, എന്ത് സന്ദേശമാണ് അദ്ദേഹം പൊതുസമൂഹത്തിൽ എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ഇത്തരം വരുത്തിയത്? LDFനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉറപ്പുവരുത്തുക എന്നതാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 4 വർഷം തുടർച്ചയായിട്ട് 9 വർഷം നടത്തിക്കൊണ്ടിരിക്കുന്ന വികസനത്തിന്റെ രാഷ്ട്രീയത്തിന്, അതുപോലെ തന്നെ ക്ഷേമത്തിന്റെ രാഷ്ട്രീയത്തിന്, ഈ കേരളത്തിന്റെ ഒരു മോഡൽ ലോകത്തിന് മുന്നിൽ കൃത്യമായിട്ട് ഉയർത്തി കാണിക്കുന്ന രാഷ്ട്രീയത്തിനുള്ള അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ അംഗീകാരം കിട്ടുമെന്ന് തന്നെ കൃത്യമായി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് വ്യക്തമാക്കി. കാരണം അത്തരത്തിൽ സംഘടനാ സംവിധാനം ഏറ്റവും ചടുലതയോടുകൂടി ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, വളരെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഏത് സമയത്ത് വന്നാലും അതിനെ നേരിടാനുള്ള സംഘടനാപരമായിട്ടുള്ള കരുത്ത് ഞങ്ങൾ ആർജിച്ചിട്ടുണ്ട്, നല്ല ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. അവിടെ പണ്ട് UDFന് വലിയ വിജയവും ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുമുള്ള ഒരു മണ്ഡലമായിരുന്നു. പക്ഷേ അടുത്ത കാലത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, മറ്റ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, ഈ അവസാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിലെല്ലാം ഞങ്ങൾക്ക് വോട്ടിംഗ് ശതമാനം കൂട്ടുവാനും കൂടുതൽ അംഗീകാരം നേടിയെടുക്കാനും കഴിഞ്ഞു. ഇപ്പോൾ അൻവർ ഇടതുപക്ഷ രാഷ്ട്രീയം വിട്ടുപോയി എന്നതുകൊണ്ട് ഇടതുപക്ഷത്തിന് കിട്ടിയ അംഗീകാരത്തിൽ ഒരു കുറവും അവിടെ വരില്ല. ആ വാശിയോടെ ജനങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് തന്നെ വോട്ട് ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്, ചിട്ടയായിട്ടുള്ള പ്രവർത്തനത്തിലാണ് ഈ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ നന്നായി ജനങ്ങളിൽ എത്തിക്കും. ശരി, ഡോക്ടർ ജിൻഡോ ജോൺ, ഈ സർക്കാരിന്റെ 5ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ 4ാം വർഷത്തെ പ്രോഗ്രസ് കാർഡ് മുന്നിൽ വെച്ചിട്ടുണ്ട് സർക്കാർ. തുടർ ഭരണമാണെങ്കിൽ 9 വർഷത്തെ പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് കാർഡ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ പ്രോഗ്രസ് കാർഡിന്റെ കളത്തിൽ ജനം ഒപ്പുവെച്ചു കൊടുക്കും എന്നുള്ളതാണ് CPM-ന്റെ ആത്മവിശ്വാസം. അപ്പോൾ മാധു പറഞ്ഞ ചോദ്യത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, നിലവിൽ സർക്കാർ മുന്നിൽ വെച്ചിരിക്കുന്ന പ്രോഗ്രസ് കാർഡ് അത് ജനങ്ങൾ ഒപ്പുവെച്ചിട്ടില്ല, ഒപ്പുവെക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന പ്രോഗ്രസ് കാർഡ് പിണറായി വിജയൻ്റെ സർക്കാരിനെ കുറിച്ച്, പിണറായി വിജയൻ്റെ സർക്കാരിന് ഓശാന പാടുന്ന ആളുകൾ അവരുടെ PR വർക്കുകാരുണ്ടാക്കിയ പ്രോഗ്രസ് കാർഡ് 100-ൽ 100 മാർക്കും കൊടുക്കുന്നത്.
ജനങ്ങൾ ഒപ്പുവെക്കാൻ പോകുന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജനങ്ങൾ ഒപ്പുവെക്കട്ടെ, നമുക്ക് തീരുമാനിക്കാം. ഞാൻ ചോദിക്കുന്ന LDFന്റെ പ്രതിനിധിയോട്, ഇത് ഈ സർക്കാരിൻ്റെ 9 വർഷമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലായി നിങ്ങൾ അംഗീകരിക്കുമോ? ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്ത് തന്നെയായാലും അത് സർക്കാരിൻ്റെ വിലയിരുത്തലായിട്ട് അംഗീകരിക്കുമോ? ഈ 4 വർഷം തികയുന്ന നിങ്ങളുടെ വാർഷികാഘോഷത്തിന് 100 കോടി രൂപ മുടക്കുകയും 10-15 കോടി രൂപ മുടക്കി മുഖ്യമന്ത്രിയുടെ ചിരിക്കുന്ന മുഖം കേരളത്തിലെ ഹൈവേയുടെ ഓരങ്ങളിൽ മുഴുവൻ ഫ്ലെക്സ് അടിച്ചു വയ്ക്കുകയൊക്കെ ചെയ്യുന്ന പ്രവർത്തനത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നതാണ് എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായി ഉറപ്പുണ്ടോ? എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയുടെ അരുവാൾ ചുറ്റിക നക്ഷത്ര ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി നിർത്തി മത്സരിപ്പിക്കാൻ ആത്മവിശ്വാസവും ആർജവും ധൈര്യവും നിങ്ങൾക്കുണ്ടാകുമോ? അതല്ല, നിങ്ങളുടെ AK ബാലനെ പോലുള്ള നേതാക്കന്മാർ പറഞ്ഞ പോലെ മറ്റേതെങ്കിലും സ്വതന്ത്ര ചിഹ്നത്തിലോ അല്ലെങ്കിൽ ചിഹ്നം നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നാൽ മരപ്പെട്ടി അടക്കമുള്ള ചിഹ്നങ്ങൾ പരീക്ഷിക്കുമോ? ഏതാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. കാരണം നിങ്ങൾ പറയുന്ന വലിയ ആത്മവിശ്വാസമുണ്ടല്ലോ, അത് കേരളത്തിലെ സാധാരണക്കാർക്ക് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ഉറപ്പുണ്ടോ? ഈ പോസ്റ്റ് മെഷീൻ വർക്ക് ചെയ്യാത്തതിൻ്റെ പേരിലും വാതിൽപ്പടി വിതരണക്കാർ റേഷൻ കൃത്യമായിട്ട് എത്തിക്കാത്തത് കൊണ്ടും റേഷൻ കടയിൽ നിന്ന് കാലി സഞ്ചിയുമായിട്ട് വീട്ടിൽ പോകുന്ന മനുഷ്യരുടെ മുഖം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സപ്ലൈകോ ഔട്ട്ലെറ്റിലെ കാലിയായിട്ടുള്ള റാക്കും വലിയ വിലയുടെ പട്ടികയും കണ്ട് സങ്കടത്തോടെ പലചരക്ക് കടയിലും പച്ചക്കറി കടയിലും പോയി വലിയ വിലയിൽ സാധനങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്ന മനുഷ്യരുടെ സങ്കടം നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ക്ഷേമ പെൻഷൻ കിട്ടാത്തതിൻ്റെ പേരിൽ സങ്കടപ്പെടുന്ന ആളുകളെ മുഖം നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? 20 മാസമായിട്ട് ക്ഷേമനിധി പെൻഷൻ കിട്ടാതെ കിടക്കുന്ന അർഹപ്പെട്ട മുഴുവൻ ആളുകളെയും നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അവർ 20 മാസമായിട്ട് എങ്ങനെയാണ് ജീവിക്കുന്നത് നിങ്ങൾക്കറിയാമോ? എൻഡോസൾഫാൻ ദുരിതബാധിതരും ക്യാൻസർ രോഗികളും ഹീമോഫിലിയ രോഗികളും കിടപ്പ് രോഗികളും അടക്കം ഈ സംസ്ഥാനത്തെ സാധാരണ മനുഷ്യരിൽ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ട മനുഷ്യരുടെ അവരുടെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള ജീവിതം എങ്ങനെയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പഠനം നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാക്കി അവതരിപ്പിക്കുമ്പോൾ വൈദ്യുത ചാർജ് വർദ്ധിപ്പിക്കുകയും വെള്ളക്കരം വർദ്ധിപ്പിക്കുകയും വീട്ടുകാരവും ഭൂനികുതിയും സകലമാന നികുതികളും നിങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ ഞങ്ങളൊക്കെ വിചാരിക്കുന്ന എന്താ, ഈ സർക്കാർ സാധാരണക്കാരന് സേവനം നൽകാൻ വേണ്ടിയിട്ടാണ് ഇത് വർദ്ധിപ്പിക്കുന്നതെന്ന്. പക്ഷേ കേരളത്തിൻ്റെ പൊതുകടം വർദ്ധിക്കുകയും സാധാരണക്കാർക്ക് കൊടുക്കുന്ന നികുതി പകരം വർദ്ധിക്കുന്നതും നടക്കുന്നു എന്നുള്ളതിനപ്പുറം സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ അനുഭവവേദ്യമായ അവർക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് കാണുമ്പോൾ ചിരിക്കാൻ മനുഷ്യന്മാർക്ക് തോന്നുന്ന എന്ത് വികസന പ്രവർത്തനമാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത്? നിങ്ങൾ ദേശീയപാതയെക്കുറിച്ചിട്ട് അരുൺകുമാർ പറഞ്ഞു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത് കൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇത്രയും നാൾ പിണറായി വിജയൻ്റെ ഇച്ഛാശക്തിയുടെ പ്രതീകമെന്ന് നിങ്ങൾ വാഴ്ത്തിപ്പാടിയ ദേശീയപാത ഒരു മഴ വന്നപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണപ്പോൾ അത് ഇച്ചിച്ചിയായിട്ട് നിങ്ങൾ മാറ്റി നിർത്തി അത് കേന്ദ്ര സർക്കാരിൻ്റെ ആണെന്ന് പറഞ്ഞ് നിങ്ങൾ കൈയൊഴിയുന്നു. അങ്ങനെയാണോ നിങ്ങൾ എല്ലാ വികസനത്തെയും കാണുന്നത്? നിങ്ങൾ ഏത് വികസനം നടത്തിയതിന്റെ പേരിലാണ് ഇവിടുത്തെ സാധാരണപ്പെട്ട മനുഷ്യർക്ക് ചിരിക്കാൻ തോന്നിയത്? പ്രാദേശികമായ വിഷയങ്ങൾക്കപ്പുറത്ത് സംസ്ഥാനത്തെ പൊതുരാഷ്ട്രീയം അപ്പാടെ തന്നെ ചർച്ചയാവുന്നതാണ് ഒരു രീതി. ഈ പറഞ്ഞതുപോലെ പ്രോഗ്രസ് കാർഡും മറ്റുമെല്ലാം ഇത്രയും വർഷങ്ങളായി ഓരോ വർഷവും തങ്ങൾ എന്ത് ചെയ്തു എന്ന് പറയുന്ന ഒരു പ്രോഗ്രസ് കാർഡ് ജനത്തിന് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഒരു സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് അവരുടെ ആത്മവിശ്വാസം. അതിൽ പ്രതിപക്ഷം ഇന്നോളം ഓരോ വികസന പദ്ധതിക്കെതിരെയും ഉയർത്തിയ ഒരു വിമർശനവും ഏശിയിട്ടേ ഇല്ലാതെ സർക്കാരിനെ എത്ര ചർച്ചകളിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് ഡോക്ടർ ജിൻഡോ ജോർജ് എന്ന് കേട്ടിട്ടുണ്ട്. അല്ല മാധവ്, ഞാൻ മാധുവിൻ്റെ ആ ചോദ്യത്തെ 100% എതിർത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഓരോ വർഷവും പിണറായി സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു, അവർക്ക് 100 മാർക്ക് കിട്ടുന്നു, അവർ തന്നെ കൈയടിക്കുന്നു, അവർ തന്നെ പൗരപ്രമുഖന്മാരെ വിളിച്ച് അണ്ടിപ്പരിപ്പിൽ പുഴുങ്ങിയ ചിക്കൻ കറിയൊക്കെ കൊടുത്ത് അവർ തന്നെ പരസ്പരം ആലിംഗനം ചെയ്ത് പിരിയുന്നതിനപ്പുറം ആ പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുമ്പിൽ എത്തുന്ന ഓരോ ഘട്ടത്തിലും ജനങ്ങൾ 0 മാർക്കിട്ട വിട്ടത്. പുതുപ്പള്ളി ബൈ ഇലക്ഷൻ, അതുപോലെ പാലക്കാട് ബൈ ഇലക്ഷൻ, തൃക്കാക്കര ബൈ ഇലക്ഷൻ, വയനാട് പാർലമെന്റിലെ ബൈ ഇലക്ഷൻ, എന്തിന് ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് LDFന്റെ സ്ഥാനാർത്ഥി ജയിച്ച തെരഞ്ഞെടുപ്പിൽ പോലും ഭൂരിപക്ഷം 40,000-ൽ നിന്ന് 12,000 കുറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാർ ഓരോ വർഷവും ഇറക്കിയ അവർ തന്നെ തയ്യാറാക്കിയ പിണറായി വിജയനെ വാഴ്ത്തിപ്പാടുന്ന അവരുടെ ആ പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾ 0 മാർക്കിട്ടാണ് കൊടുത്തിട്ടുള്ളത്. മാധവന് എന്തെങ്കിലും സംശയമുണ്ടോ അതിൽ? ഞാൻ എൻ്റെ സംശയമോ അല്ലെങ്കിൽ എൻ്റെ ചോദ്യമോ അല്ല മുന്നോട്ട് വെച്ചത്. അവരുടെ ആത്മവിശ്വാസം അതാണ്. സർക്കാർ പ്രോഗ്രസ് കാർഡ് പുറത്തിറക്കുന്നത് സ്വാഭാവികമായും ജനങ്ങൾക്ക് എന്ത് ചെയ്തു എന്ന് അവരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അതിൽ ജനങ്ങൾ ഒപ്പുവെച്ചിട്ടില്ല എന്ന് പറയുന്നത് പ്രതിപക്ഷ ധർമ്മമാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷമാണത് പറയുന്നത്. അത് പറയേണ്ട ആൾ ഞാനല്ല എന്നുള്ളതാണ് എൻ്റെ ധാരണ. തീർച്ചയായിട്ടും അത് തന്നെ ഞാനും പറയുന്നത്. ഒരു ആങ്കർ എന്നുള്ള രീതിയിൽ മാധു ചോദിച്ച ചോദ്യത്തിൽ ഞാൻ എൻ്റെ മറുപടി പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയന്റെ സർക്കാരിന് വേണ്ടിയിട്ട് പിണറായി വിജയന്റെ PR ഏജൻസികൾ ഉണ്ടാക്കിയ പ്രോഗ്രസ് റിപ്പോർട്ടിൽ 0 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. അവർ 0 മാർക്ക് കിട്ടുമ്പോൾ ഇപ്പോഴത്തെ ഒരു 10 ഇട്ട് കൊടുത്തിട്ട് 100 മാർക്ക് നേടുന്ന പരിപാടിയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അത് തിരുത്തി ജനങ്ങൾ. ഇതിനു മുമ്പ് നടന്നിട്ടുള്ള ഓരോ ബൈ ഇലക്ഷനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്നിട്ടുള്ള ബൈ ഇലക്ഷനിൽ ഉൾപ്പെടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഈ റിസൾട്ട് നമ്മൾ കണ്ടില്ലേ? അപ്പൊ ഇവരുടെ പ്രോഗ്രസ് റിപ്പോർട്ടിനെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇനിയും അത് തുടരുക തന്നെ ചെയ്യും. ശരി, CK, ഇക്കണ്ടതും കേട്ടതുമായ വിവാദങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞും PV അൻവറിലേക്ക് കേന്ദ്രീകരിച്ചുമായിരിക്കുമോ ഇലക്ഷൻ പോരാട്ടം, അതോ
PV അൻവർ അടക്കം ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ കളം മാറ്റി ചവിട്ടിയപ്പോൾ ഏറ്റവും അടുത്ത ദിവസങ്ങളിലെ വെളിച്ചെണ്ണയും മണ്ണെണ്ണയും ഒക്കെ നമ്മൾ കേട്ടതാണല്ലോ. നിലമ്പൂർ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ സ്വാഭാവികമായും ഏറ്റവും രൂക്ഷമായ ചർച്ചകൾ ഉണ്ടാവുക, പ്രതിഷേധത്തിന്റെ അഗ്നി കത്തി നിൽക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായും മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഈ തിരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ഇത്തരം പ്രതികരണങ്ങൾ വരികയും ചെയ്യുന്നത്. ജനങ്ങൾക്ക് നേരിട്ട് ചോദിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ്. തീർച്ചയായും അതെ. കാരണം ഒരുപക്ഷെ അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൂടുതൽ ആക്രമിച്ചുകൊണ്ടോ കൂടുതൽ പേരെടുത്ത് വിമർശിച്ചുകൊണ്ടോ ഉള്ള ഒരു പ്രചരണം LDFന്റെ പക്ഷത്ത് നിന്ന് ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം അത് അവർക്ക് ഗുണം ചെയ്യില്ല എന്ന് മറ്റാരെക്കാളും നന്നായിട്ട് LDFനെ അറിയാം. പകരം അവർ പൊതുവിൽ ഉന്നയിക്കാൻ വേണ്ടി പോകുന്നത് LDFന്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നോക്കൂ, 2 ദിവസം മുൻപ് വരെ ആ മണ്ഡലത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട് LDF സർക്കാർ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 221 കോടി രൂപ അവിടെ ഒരു 6 കിലോമീറ്റർ ബൈപ്പാസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ ഊന്നിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ മുഴുവൻ കാര്യങ്ങളും പ്രചരണ കാര്യങ്ങളും കൊണ്ടുപോവുക എന്നത് വളരെ വ്യക്തമാണ്. കാരണം ഈ നിലമ്പൂർ മണ്ഡലത്തിൽ നിലമ്പൂർ നഗരത്തിലെ ഈ ട്രാഫിക് പ്രശ്നങ്ങളും മറ്റെല്ലാം തന്നെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഈ 6 കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള ഒരു ബൈപ്പാസ് കൊണ്ടുവരുന്നത്. അതിന് 221 കോടി രൂപ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ അൻവർ എന്ന ഒരു ഘടകത്തെ കൂടുതൽ ആക്രമിക്കുകയോ അല്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് നിന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും LDFന് അതിന് തിരിച്ചുള്ള മറുപടികളും പറഞ്ഞ് ആ ഒരു വ്യക്തി കേന്ദ്രീകൃതമായ ഒരു പ്രചരണം നടന്നേക്കാം. അത്തരത്തിലൊരു പ്രചരണം LDF എന്തായാലും ഈ അസംബ്ലി മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കില്ല. പകരം മാധു പറഞ്ഞ മറ്റൊരു കാര്യം വളരെ പ്രസക്തമാണ്. പക്ഷേ അത് ഒരു ഇരുതല മൂർച്ചയുള്ള ഒരു വിഷയമാണ്. സ്വാഭാവികമായും അത് ഒരു മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിൽ LDF സർക്കാർ അത് പരിഹരിക്കുന്നതിന് വേണ്ടി വിജയിച്ചു എന്ന ഒരവസ്ഥയിലല്ല ഇപ്പോഴുള്ളത്. എല്ലാ വിമർശനങ്ങളും യഥാർത്ഥത്തിൽ വനംവകുപ്പിനെതിരെയും സർക്കാരിനെതിരെയും ഉണ്ട്. ഒരാളെ ആനചവിട്ടി കൊല്ലുന്നു, അല്ലെങ്കിൽ കടുവ പിടിക്കുന്നു, പുലി പിടിക്കുന്നു, നേരെ ചെല്ലുന്നു, 10 ലക്ഷം രൂപ കൊടുക്കുന്നു, വരുന്നു. അപ്പോഴേക്കും അടുത്ത സംഭവങ്ങൾ വരുന്നു, 10 ലക്ഷം രൂപ കൊടുക്കുന്നു, വരുന്നു. ഇതാണിപ്പോൾ നമ്മൾ ഈ മേഖലകളിലെല്ലാം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. അതിന് ശാശ്വതമായ ഒരു പരിഹാരം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. മാത്രമല്ല, വനംവകുപ്പിൻ്റെ ചില നിലപാടുകൾക്കെതിരെ അതിശക്തമായ പ്രതിഷേധം LDFന്റെ ഭാഗത്തു നിന്ന്, CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന്, ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. 2 തീരുമാനങ്ങൾ വനംവകുപ്പ് എടുത്തത് തെറ്റായിപ്പോയി എന്ന് CPM പരസ്യമായി തന്നെ സെക്രട്ടറി തന്നെ രംഗത്ത് വന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ പിണറായി വിജയൻ കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിലും അതിൻ്റെ മറ്റൊരു ഭാഗം വരെ പറഞ്ഞു. അതായത് അമിതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വന്യജീവികളെ പഴയ വേട്ടയാടുന്നതിന് സമാനമായ നടപടികളിലേക്ക് പോകണം എന്ന് അദ്ദേഹം ഏതാണ്ട് പറഞ്ഞു വെച്ചു. അതിനുശേഷമാണ് മാധു പറഞ്ഞത് വനംവകുപ്പ് അല്ലെങ്കിൽ കൊല്ലാൻ അനുമതിയുള്ള മൃഗങ്ങളെ കൊന്നതിന് ശേഷം അത് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കണോ വെളിച്ചെണ്ണയിൽ പൊരിക്കണോ എന്ന് CPI നേതാവിൻ്റെ ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണം ഉൾപ്പെടെ വന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വിഷയം ഏതായാലും ഈ വനാതിർത്തിയിലുള്ള ഈ മണ്ഡലം എന്ന നിലയിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്നാൽ ഈ വിഷയത്തെ PV അൻവർ ഉൾപ്പെടെയുള്ള ആൾക്കാർ വളരെ നേരത്തെ തന്നെ അഡ്വാൻസ് ശരി, അത് വലിയ ചർച്ചാ വിഷയമാക്കുകയും ചെയ്തതാണ്. ഞാൻ വരാം സിക്കെ. ശ്രീ PR ശിവശങ്കരൻ, ഈ വിഷയത്തിൽ സംസ്ഥാനം ആവർത്തിച്ചു പറയുന്നതും കോൺഗ്രസ് നേതൃത്വം പഴിക്കുന്നതുമെല്ലാം കേന്ദ്ര നയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. മലയോര മേഖലയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേന്ദ്രമാണതിൽ ആത്യന്തികമായി ഇടപെടേണ്ടത്, പരിഹാരം കാണേണ്ടത് എന്ന രാഷ്ട്രീയമായിട്ടുള്ള ചൂണ്ടുവിരൽ നിങ്ങൾക്ക് നേരെ തിരിഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങൾക്കവിടെ ജനങ്ങളെ കൂടുതൽ അത് ബോധ്യപ്പെടുത്തേണ്ടി വരും. തീർച്ചയായും അത്തരത്തിലുള്ള ബോധ്യപ്പെടുത്തലുകൾ നിരന്തരമായി BJPയുടെ ഭാഗത്തുനിന്ന് ചെയ്യുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇത്തരത്തിലുള്ള മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് നടക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ നാഷണൽ ലെവലിൽ ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ കേരള സർക്കാരിന് 130 കോടി രൂപയോളം കൊടുത്തിട്ടുണ്ട്. അതിൽ എത്ര ശതമാനം ഈ സംസ്ഥാന സർക്കാരിൻ്റെ 60-40 എന്നുള്ള റേഷ്യോയിലാണ് ഫെൻസിങ്ങിന് വേണ്ടിയിട്ട്, ഇലക്ട്രിക് ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത്. അതിൽ എത്ര ശതമാനം യൂസ് ചെയ്തു? അത് ഈ നിലമ്പൂർ തന്നെ എത്ര ശതമാനം ഫെൻസിങ് കഴിഞ്ഞു, എത്ര ശതമാനം സംസ്ഥാന സർക്കാർ കൊടുക്കാത്തതുകൊണ്ട് ലാപ്സായി പോയി എന്നുള്ള കണക്കുകളൊക്കെ നിരന്തരമായി നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് 120 കോടി രൂപ പോലും ഇപ്പോൾ ലാപ്സായിരിക്കുന്നു എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്. ഏതാണ്ട് 10-20 കോടി രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാരിൻ്റെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ അനുവദിച്ച തുക, കേന്ദ്ര സർക്കാർ ഫെൻസിങ്ങിന് വേണ്ടി അനുവദിച്ച തുക ഉപയോഗിക്കാൻ കഴിഞ്ഞത് സംസ്ഥാന സർക്കാരിൻ്റെ 40% ഫെൻസിങ്ങിനുള്ള പണം നൽകാത്തത് കൊണ്ടാണ് എന്നുള്ള കണക്കുകൾ നിയമസഭയിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാന സർക്കാരിന് വേണ്ടുന്നതല്ല ഇത്തരം പ്രവൃത്തികൾ എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. അതുപോലെ തന്നെയാണ് ഈ സംസ്ഥാനത്ത് 9 വർഷം ഭരിച്ചിരുന്ന ശ്രീ അരുൺകുമാർ അവകാശത്തോടെ പറഞ്ഞത്, ഈ പറയുന്ന പ്രോഗ്രസ് കാർഡിൽ നിരന്തരം ഒപ്പിട്ട് കൈകഴച്ച മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും അവിടെ 6 ഏക്കർ സ്ഥലം
അവരുടെ MLA തന്നെ കയ്യേറിയപ്പോൾ അവിടെ ഏതാണ്ട് 1000-ഓളമുള്ള ST വിഭാഗത്തിലെ ജനങ്ങൾക്ക് പോലും ഇന്ന് താമസിക്കാൻ സ്ഥലമില്ല, അവർ മരിച്ചു കഴിഞ്ഞാൽ ദഹിപ്പിക്കാൻ പോലും സ്ഥലമില്ല എന്നുള്ള സ്ഥിതിയില്ലേ? അപ്പോൾ ഇത്രയും നാൾ കയ്യേറിയ സ്ഥലം പോലും തിരിച്ചു പിടിക്കുവാൻ, അത് അൻവറിൻ്റെതാണെന്ന് അറിഞ്ഞിട്ടും താലൂക്ക് ഓഫീസർ കൃത്യമായി 6 ഏക്കർ കയ്യേറി എന്നറിഞ്ഞിട്ടും ഈ സംസ്ഥാനത്തെ പാവപ്പെട്ടവന് വേണ്ടി കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നിരന്തരം ശ്രമിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനും മുഖ്യമന്ത്രിക്കും അതിനെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് SC/ST വിഭാഗത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ എന്താണ് നൽകുന്നത് എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ കഴിയും ഈ കാരണം കൊണ്ട് തന്നെ. അടുത്തതിന് ശ്രീ അരുൺ പറഞ്ഞത് സംഘടനാപരമായി ഞങ്ങളെല്ലാം തയ്യാറാണ്, മാധവും അതിനെ പിന്തുണച്ചു, സ്വരാജിന്റെ കീർത്തത്തിൽ എണ്ണയിട്ട യന്ത്രം പോലെ അവിടെ നിരന്തരം പ്രവർത്തിക്കുകയാണെന്ന്. കഴിഞ്ഞ 10-70 വർഷമായി ഈ സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുകയോ 2ാം സ്ഥാനത്തെത്തുകയോ പ്രതിപക്ഷത്തെ എടുത്തിട്ടുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ നിലമ്പൂരും നടന്നിട്ടുണ്ടല്ലോ. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ അടുത്ത് സ്വതന്ത്രനെ ഇവിടെ വെച്ച് മത്സരിപ്പിക്കേണ്ടി വന്നത്? സ്വന്തം സ്ഥാനാർത്ഥിയില്ലാതെ ചിഹ്നമില്ലാതെ സ്വതന്ത്രനെ നിർത്തി മത്സരിപ്പിക്കുവാൻ തക്ക രീതിയിൽ എന്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ഇപ്പോൾ മുന്നോട്ട് വെച്ച എണ്ണയിട്ട യന്ത്രം ഇത്ര തകർന്ന് തരിപ്പണമായി എന്ന് ജനങ്ങൾക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? അപ്പോൾ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഒരു ചെറിയ പകർപ്പാണ് ഇപ്പോൾ നിലമ്പൂർ നടക്കുന്നത്. അവിടെ ഈ പറയുന്ന മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് മന്ത്രിയാവാൻ സാധിക്കാത്തത് ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം പറ്റി സ്വന്തം ചേരിയിലേക്ക് കൊണ്ടുവന്നുണ്ട്. സ്വതന്ത്ര പരീക്ഷണത്തിലൂടെ വിജയം കണ്ടതാണ് CPM. അതൊരു നയം എന്ന നിലയ്ക്ക് വിജയം കൂടെ നിന്നതിനാൽ അതൊരു വിജയിച്ച തന്ത്രം എന്ന നിലയ്ക്ക് കാണാവുന്നതാണ്. അല്ല, വിജയിച്ച തന്ത്രം എന്ന രീതിയിൽ കാണാവുന്നതാണ്, ഒരു സംശയവുമില്ല, അത് തന്ത്രം തന്നെയാണ്. പക്ഷെ സംഘടനാപരമായി എണ്ണയിട്ട യന്ത്രവും അവിടെ ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ വലുപ്പത്തിലുള്ള വിജയവും അതൊന്നും നടന്നിട്ടില്ല. സംഘടനാ സംവിധാനം ഇപ്പോൾ മാറി നിൽക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച നിങ്ങളുടെ കാര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നിങ്ങൾക്ക് 12,000-ഓളം വോട്ടുകളുണ്ടായിരുന്നു. 8,000 വോട്ടായി കുറയുകയാണ് ചെയ്തത്. BDJS നിന്ന് BJP നേരിട്ട് ഏറ്റെടുത്ത സീറ്റിൽ 14,000 വോട്ട് എവിടെ പോയെന്ന് നിങ്ങൾക്കറിയില്ല. 2,700 അവിടുത്തെ മാർജിൻ. അപ്പൊ നിങ്ങളുടെ സംഘടനാ സംവിധാനത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? CPM-നെ കോൺഗ്രസിനെ അവരെന്തെങ്കിലും ചെയ്യട്ടെ. BJP കഴിഞ്ഞ അല്ല, CPM-ഉം കോൺഗ്രസ് എന്തെങ്കിലും ചെയ്തോട്ടെ. ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 20 സീറ്റിൽ ഞങ്ങളും ഭൂരിപക്ഷം വന്നിട്ടുണ്ട്. ചിലതിൽ കുറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടുന്ന, നിരന്തരം ഭൂരിപക്ഷം കിട്ടുന്ന സീറ്റുകളും ഉണ്ട്. അവിടെ അത്തരത്തിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളുള്ള ചില മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് കുറഞ്ഞിട്ടുണ്ടാവാം. അത് മറ്റു പല കാരണങ്ങളുണ്ട്, ഞങ്ങൾ പഠിക്കും. അതുകൊണ്ട് തന്നെയുള്ള പറയുന്നത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എന്താണ് ഇത് പക്ഷെ ഒരു അടിച്ചേൽപ്പിച്ചിട്ട് തിരഞ്ഞെടുപ്പാണ് മാധു, ഒരു സംശയവുമില്ല. സംസ്ഥാനത്തെ ഒരു അസംബ്ലിയിലെയും ആളുകൾക്ക്, നിലമ്പൂരെ മാത്രമല്ല ഈ കേരളത്തിലെ ഒരു ജനങ്ങൾക്കും താല്പര്യമില്ലാത്ത അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പ്, അത് വ്യക്തിപരമായ താല്പര്യം, അൻവറിന്റെ വ്യക്തിപരമായ താല്പര്യത്തിന്റെ പേരിൽ അടിച്ചേൽപ്പിച്ച പിണറായിസത്തിന്റെ, അത് ഇടതുപക്ഷ സർക്കാരിലെ പിടിപ്പുകേടിന്റെയോ അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള ഒരു ആരോപണത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് അടിച്ചേൽപ്പിച്ച ഒരു തിരഞ്ഞെടുപ്പ്. ആ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ കോടിക്കണക്കിന് രൂപ നഷ്ടം വരുന്നു, അസംബ്ലിയിലെ വികസനം തടയുന്നു. ഇതാണ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരു സംശയവുമില്ല, സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയുള്ള ഓരോ അവകാശവാദങ്ങളും പൊളിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് വലിയ ഭീമമായ നഷ്ടമുണ്ടാകും. ഇതൊരു അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ്. ഇനിയൊരു 5-8 മാസത്തിന് വേണ്ടി മാത്രം നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ്, അതിൽ ജനങ്ങൾക്ക് തന്നെ താല്പര്യമില്ലാത്തൊരു സാഹചര്യം എന്ന നിലയ്ക്കായിരിക്കുമോ പ്രതികരണം? അതോ വലിയ ചൂടേറിയ രാഷ്ട്രീയ പോര് നടക്കുമോ നിലമ്പൂരിൽ? ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധിക്കും BJP-യുടെ പ്രതിനിധിക്കും ആകെ ആശങ്ക CPM അരിവാൾ ചിറ്റികയിലായിരിക്കുമോ മത്സരിക്കുക, CPM-ന്റെ നേതാക്കന്മാരാണോ മത്സരിക്കുക, അതുപോലെ സ്വതന്ത്ര കാൻഡിഡേറ്റ് ആണോ മത്സരിക്കുക എന്നതിനെ കുറിച്ചിട്ടാണ്. അതൊക്കെ ഞങ്ങളുടെ ആഭ്യന്തര കാര്യമല്ലേ. ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു 7 ദിവസത്തിനുള്ളിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പ്രഖ്യാപിക്കും എന്ന്. അപ്പോൾ അതൊക്കെ കാത്തിരുന്ന് കാണുക. നിങ്ങൾ ഈ ആശങ്കപ്പെട്ട് ഈ ചർച്ചയിലെ സമയം അതിനുവേണ്ടി കളയണോ? പിന്നെ BJP-യുടെ പ്രതിനിധി ആദ്യം തീരുമാനിക്കും, നിങ്ങൾ മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുക. ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ വേണ്ടണം എന്നല്ലേ പറഞ്ഞത്? BJP-യോ NDO ആണോ വേണ്ടണം എന്നാ പറഞ്ഞത്. ആദ്യം നിങ്ങളുടെ വോട്ട് പെട്ടിയിലാക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. അതോ UDF-ന് വോട്ട് കച്ചവടം സ്ഥിരമായി നടത്തണോ വേണ്ടയോ എന്നുള്ള തീരുമാനിക്കുക. എന്നിട്ട് ഞങ്ങളുടെ കാര്യം നോക്കാൻ വാ. അതാണ് പറയാനുള്ളത്. പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി സ്ഥിരമായി ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം അതുപോലെ തന്നെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ അങ്ങനെ സ്ഥിരമായി പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. 1 പെൻഷൻ, 2 റേഷൻ, 3 സപ്ലൈകോ എന്നുള്ള രീതി.
നിങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യണം, നിങ്ങൾ ഇനി അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ ഇടപെടില്ല. കാരണം ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ കൊടുത്ത പ്രോഗ്രസ് റിപ്പോർട്ടുണ്ട്, ഞങ്ങൾ കൊടുത്ത പ്രകടന പത്രികയുണ്ട്. ആ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് ജനങ്ങളാണ്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്താ? ഞങ്ങളുടെ ഗവൺമെന്റ് തന്നെ മാർക്കിടുന്നു, നേതാക്കന്മാർ മാർക്കിടുന്നു. ഞങ്ങൾ മാർക്കൊന്നും ഇട്ടിട്ടില്ല. ഞങ്ങൾ നടത്താം എന്ന് പറഞ്ഞ കാര്യം 2021 കാര്യം അതും കൊടുത്തു, നടത്തിയ കാര്യങ്ങളും കൊടുത്തു. താരതമ്യപ്പെടുത്തുന്നത് ജനങ്ങളാണ്. അത് ജനങ്ങൾ അത് നോക്കിക്കോട്ടെ. താങ്കൾ പറഞ്ഞല്ലോ ഇപ്പൊ ലൈഫ് മിഷൻ 5,47,000 പേർക്ക് ഞങ്ങൾ വീട് കൊടുത്തു എന്ന് പറയുമ്പോൾ ആ വീട് കിട്ടിയവർക്കെങ്കിലും അറിയാമല്ലോ കിട്ടിയെന്ന്. കോൺഗ്രസ് ഇങ്ങനെ ചുമരിൽ എഴുതി കാണിക്കുന്നത് പോലെയല്ലല്ലോ, വായുവിൽ എഴുതുന്നത് പോലെയല്ല. 4 ലക്ഷം പേർക്ക് പട്ടയം കൊടുത്തു എന്ന് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു. കൊടുത്തു എന്ന് കൃത്യമായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ പ്രകടന പത്രികയും കൊടുത്ത പ്രോഗ്രസ് റിപ്പോർട്ടും നമ്മുടെ മുന്നിലുണ്ട്. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും എന്താണെന്ന് പോലും ഈ 9 വർഷത്തിനിടയിൽ ജനിച്ച കുട്ടികൾക്ക് അറിയില്ല. ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. 6 പേരെ എടുക്കുമ്പോൾ അതിൽ ഒരാൾക്ക് പെൻഷൻ കൊടുക്കുന്നു, 1,600 രൂപ വീതം പെൻഷൻ കൊടുക്കുന്നു. ആ പെൻഷൻ കൊടുക്കുമ്പോഴും 2 മാസ കുടിശ്ശിക ഇനിയും പെൻഡിംഗ് ഉണ്ട്. അത് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ കാര്യമാണ്. 12 പേരെ എടുക്കുമ്പോൾ അതിൽ ഒരാൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്നു. കഴിഞ്ഞ ഒരു വർഷം 7,000 കോടി രൂപയാണ് ഞങ്ങൾ സൗജന്യ ചികിത്സ കൊടുക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കൊടുക്കുന്ന സംസ്ഥാനം ഈ കേരളമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് ആണ് പ്രഖ്യാപിച്ച് അതിനുള്ള അവാർഡ് തന്നത്. മുഴുവനും പറയല്ലേ നമ്മൾ ഈ പറയുന്ന റിപ്പോർട്ട് മുന്നിൽ വെച്ചിട്ട് അത് മുഴുവൻ ചർച്ചയിൽ പറഞ്ഞാൽ തീരില്ല. ഒറ്റ മിനിറ്റ് അല്ലല്ല പറഞ്ഞാൽ തീരില്ല എന്നല്ല, അതിപ്പോ ഇവിടെ പറയാനുള്ള സമയമില്ല എന്നേ പറഞ്ഞുള്ളൂ കേട്ടോ. അതിനെ അങ്ങനെ കാവ്യവൽക്കരിക്കല്ലേ. ഒരൊറ്റ മിനിറ്റ്. വനം വകുപ്പിനെതിരെ ഉയരുന്ന വലിയ പ്രതിഷേധങ്ങൾ മലയോര മേഖലയിൽ കാണുന്നതാണ്. അതിന് വില കൊടുക്കേണ്ടി വരുമോ സംസ്ഥാന സർക്കാരിന് തെരഞ്ഞെടുപ്പിൽ? ഇവിടെ കൃത്യമായി വനം വന്യജീവി സംഘർഷത്തിന്റെ സാഹചര്യം എന്താണെന്ന് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ സഖാബ് EP ജയരാജൻ നേതൃത്വം കൊടുക്കുന്ന ഒരു വലിയ ജാഥ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടക്കുന്നു. അതിലടക്കം ഞങ്ങൾ ജനങ്ങളോട് ഈ കാര്യം കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഈ നിയമം കൊണ്ടുവന്നത്. ആ നിയമത്തിൽ അമെന്റ്മെന്റ് വരുത്തിയത് BJP ആണ്. ആ നിയമത്തിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു നിലവിലെ സാഹചര്യമുണ്ട്. ആ സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങുന്ന ചില മൃഗങ്ങൾ, ആ മൃഗങ്ങൾ വെടിവെച്ച് കൊല്ലപ്പെട്ടാൽ അത് കൃത്യമായി മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചിടണമോ അതോ എണ്ണയിൽ വറുത്ത് കഴിക്കാൻ കഴിയുമോ, അത്തരത്തിൽ മനുഷ്യന് കഴിക്കാൻ കഴിയുന്ന മാംസം കഴിക്കാൻ പറ്റുമോ എന്ന വിഷയങ്ങളിലുള്ള പ്രശ്നമുണ്ട്. അതിൽ സംസ്ഥാന ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്നത് മാക്സിമം ചെയ്യുകയും കോടതിയെ സമീപിച്ചുകൊണ്ട് നിയമപരമായിട്ടുള്ള ഉത്തരവ് പോസിറ്റീവായിട്ട് കിട്ടേണ്ടത് കിട്ടുന്നു. അത്തരത്തിൽ അവിടുത്തെ ജീവനക്കാരോടൊപ്പം കൃത്യമായിട്ട് അവിടുത്തെ ജനങ്ങളോടൊപ്പം ഈ കൃത്യമായി വനത്തിന്റെ അതിർത്തിയിൽ താമസിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളോടൊപ്പമാണ് LDF ഗവൺമെന്റ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായ പ്രശ്നം ഈ കാട്ടുപന്നിയെ തിന്നാൻ കിട്ടുമോ എന്നുള്ളതല്ല. കാട്ടുപന്നിയോ കടുവയോ പുലിയോ ആനയോ ഇറങ്ങി വന്ന് ചവിട്ടിയും കടിച്ചും വലിച്ചു കീറിയും കൊന്നുകളയുന്ന സാഹചര്യം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അല്ലാതെ അതിനെ തിന്നാൻ കിട്ടുമോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. അവിടെ എന്ത് ചെയ്യാൻ കഴിയും? നിയമനിർമ്മാണം നടത്താൻ കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ കഴിയൂ. ഇവിടെ ഫെൻസിങ്ങിന് വേണ്ടി പണം അനുവദിച്ചു എന്നൊക്കെ പറയുന്ന തനി മണ്ടത്തരാണ്. അദ്ദേഹം വെറുതെ പറയാ 40% സംസ്ഥാനം ഇട്ടില്ല, അതുകൊണ്ട് ബാക്കി പണം പോയി. എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാ? കേന്ദ്രത്തിന് മാത്രം ചെയ്യാവുന്ന കാര്യം കേന്ദ്രം ചെയ്തേ പറ്റൂ. MP-മാർ അതിനുവേണ്ടി ശക്തമായിട്ടുള്ള ശബ്ദം ഉയർത്തണം. ഒരിക്കലും വന്യജീവി സംഘർഷം ഉണ്ടാകാത്ത തരത്തിൽ നമ്മുടെ സാധാരണക്കാർക്ക് അന്തസ്സോടെ ധൈര്യത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവും കേന്ദ്ര ഗവൺമെന്റ് നിർവഹിച്ചേ പറ്റൂ. പക്ഷേ സംസ്ഥാന സർക്കാരും അതിൽ കൃത്യമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് അനുകൂലമായോ അല്ലെങ്കിൽ ഇത്തിരി സഹജീവി സ്നേഹത്തോടെയോ പ്രതികരിക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യമെങ്കിലും ഇല്ലേ? നിങ്ങളുടെ ഭരണപക്ഷ MLA-ക്ക് വനംവകുപ്പിന്റെ ഓഫീസിൽ കടന്നു ചെന്ന് പ്രതിഷേധിക്കേണ്ടി വന്നില്ലേ? അതും കടുത്ത ഭാഷയിൽ പ്രതിഷേധിക്കേണ്ടി വന്നില്ലേ? വിമർശനങ്ങൾ ഏറെ ഉണ്ടായില്ലേ? അതിൽ ചില ബ്യൂറോക്രസി ഉദ്യോഗസ്ഥന്മാർ അവർ ഗവൺമെന്റ് നിലപാടുകൾക്ക് എതിരായിട്ട് പ്രതികരിക്കുന്ന കാഴ്ച കുറച്ച് നാളായി കാണുന്നു. അതുപോലെ തന്നെ DFO അടക്കം പല വനം വകുപ്പ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണ്, IFS ഉദ്യോഗസ്ഥന്മാരടക്കമുള്ളവരാണ്. അത്തരത്തിൽ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളെ ഏറ്റവും സൗഹൃദത്തോടെ കാണാൻ ഉദ്യോഗസ്ഥന്മാർ തയ്യാറായിട്ടില്ലെങ്കിൽ അവർക്കെതിരെ വരെ പ്രതികരിക്കുന്നവരായി CPM-ന്റെ MLA-മാരും മന്ത്രിമാരും മാറിയിട്ടുണ്ട് എന്നുള്ളത് ജനങ്ങളോടൊപ്പം നിന്ന് പൊരുതുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. വകുപ്പിന്റെ കാര്യം നോക്കാൻ ആ വകുപ്പിന് കഴിയില്ലാത്തത് കൊണ്ടാണോ മറ്റ് MLA-മാർക്ക് പോകുന്നത് ഈ ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്താൻ? ഇപ്പോ പണ്ട് പറഞ്ഞത് ഓർക്കുന്നുണ്ട്, പഴയ സർക്കാരിന്റെ ഭൂതാവേശം എന്നൊക്കെ. 9ാം വർഷത്തിലും അത് പറഞ്ഞു ഒഴിയാൻ പറ്റുമോ?
108 പോലീസുകാർ ഈ കേരളത്തിന്റെ പോലീസ് നയത്തിനെതിരെ പ്രവർത്തിച്ച് അവരെ ജോലിയിൽ നിന്ന് വിടുതൽ നടത്തി വീട്ടിലിരുത്തിയിരിക്കുന്ന ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. അതുപോലെ ചില ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും ഗവൺമെന്റിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചാൽ അതിനെല്ലാം ബ്യൂറോക്രസി മുഴുവൻ ഗവൺമെന്റിന്റെ കീഴിലല്ലേ എന്ന പൊതുചോദ്യമല്ല ചോദിക്കേണ്ടത്. ഗവൺമെന്റിന്റെ നയങ്ങൾക്കും സാധാരണ ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തിനെതിരെ ഏത് വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചാലും, ഏത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചാലും, പോലീസ് സംവിധാനം പ്രവർത്തിച്ചാലും അതിശക്തമായി നമുക്ക് വളരെ അനുകൂലമായ രീതിയിലുള്ള ചോദ്യങ്ങൾ മാത്രമൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ NHAയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ CPM വിമർശനം ഉന്നയിക്കുന്നില്ലേ? അപ്പോൾ ഉദ്യോഗസ്ഥരുടെ ബ്യൂറോക്രസി എന്നൊക്കെ പറയുന്നില്ലല്ലോ. സ്വാഭാവികമായും ഏത് സർക്കാരിന് കീഴിൽ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നുണ്ടോ ആ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അത് ഭരണപക്ഷത്തു നിന്ന് തന്നെ ഉണ്ടാവുകയാണെങ്കിൽ ആ വകുപ്പിൽ എന്തു ചെയ്യുകയാണ്, അട്ടം നോക്കി കുത്തിയിരിക്കുകയാണോ വകുപ്പിന്റെ മേധാവികൾ എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉണ്ടാകും. ഡോക്ടർ ജിൻഡോ ജോൺ, നിങ്ങൾക്ക് നല്ല വേരോട്ടമുള്ള മണ്ഡലമാണ്. നേരത്തെ പറഞ്ഞതുപോലെ 7 പഞ്ചായത്തുകളിൽ 5ഉം നിങ്ങൾക്ക് വോട്ടുള്ള മണ്ഡലമാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന നിയമസഭാ മണ്ഡലം എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് വേരോട്ടമുള്ള ഇടമാണ്. നിങ്ങളുടെ ദേശീയ നേതാക്കളെ വിജയിപ്പിച്ച ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇടമാണ്. നിങ്ങളുടെ സഖ്യകക്ഷിയായ ലീഗിന് അതിൻ്റെ മണ്ണോട് മണ്ണ് സ്വാധീനമുള്ള ഒരു മേഖലയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളാണ്. പക്ഷേ PV അൻവർ അപ്പുറത്ത് നിന്നപ്പോൾ, ഇടത് സംഘടനാ സംവിധാനം അപ്പാടെ അതിനൊപ്പം നിന്നപ്പോൾ, ചുരുങ്ങിയ വോട്ടുകൾക്കാണെങ്കിലും ആര്യാടൻ മുഹമ്മദിന്റെ കോട്ട നിങ്ങൾക്ക് കൈവിട്ടു പോയതാണ്. എന്താണ് നിങ്ങളുടെ മുന്നിലുള്ള തന്ത്രം? അതായത് PV അൻവർ ഇപ്പുറത്ത് വരുമ്പോൾ അത് അപ്പാടെ കുത്തിയൊലിച്ച് നിങ്ങളുടെ ഭാഗത്തേക്ക് തിരികെ എത്തും എന്നൊരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ടോ? അങ്ങനെയെങ്കിൽ അതിന് കാരണമായി നിങ്ങൾ കാണുന്ന ഘടകങ്ങൾ എന്താണ്? അല്ല മാധു, ഇതിൽ PV അൻവർ ഒരു ഫാക്ടർ തന്നെയാണ്. പിണറായി വിജയന്റെ സർക്കാരിൻ്റെ ജനവിരുദ്ധ നടപടികൾ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ഈ ജനവിരുദ്ധ സർക്കാരിനെതിരെ നിരന്തര സമരത്തിൽ ഏർപ്പെടുന്ന പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതും ഒരു ഫാക്ടറാണ്. ഇതെല്ലാം കൂടി വരുമ്പോൾ UDF വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിക്കും. അതിലൊരു സംശയവും വേണ്ട. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചെറിയ മാർജിനിലാണ് PV അൻവർ LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്നു ഇപ്പോൾ ജയിച്ചത്. അവിടെ NDAയുടെ BJPയുടെ വോട്ട് ഷെയർ കുറഞ്ഞതിനെ കുറിച്ചിട്ടൊക്കെ നമുക്കറിയാമല്ലോ. NDAയുടെ വോട്ട് എങ്ങനെയാണ് കുറഞ്ഞതെന്നൊക്കെ. അവിടെ നമ്മളൊരു കാര്യം കൂട്ടി വായിക്കേണ്ടത്, ഇന്നിപ്പോൾ BJPയുടെ നേതാക്കന്മാർ പറയുന്നത് എന്താ, അവിടെ മത്സരിക്കണോ വേണ്ടയോ പോലും തീരുമാനിക്കുന്നില്ല. ഈ ബൈ ഇലക്ഷൻ ഒരു അനാവശ്യ തെരഞ്ഞെടുപ്പാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിയുകയാണ്. ഞാനിതിനെ കൂട്ടി വായിക്കുന്നത് 2021 തെരഞ്ഞെടുപ്പിൽ 50-ലധികം സീറ്റിൽ RSSന്റെയും BJPയുടെയും പിന്തുണ CPMന് ഉണ്ടായിരുന്നു. കാരണം കോൺഗ്രസിനെ തിരിച്ച് അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി പിണറായി വിജയന് തുടർഭരണം കൊടുക്കാൻ അങ്ങനെ ഒരു ശ്രമം നടന്നു എന്ന് RSSന്റെ ഓർഗനൈസറിന്റെ എഡിറ്ററായിരുന്ന ബാലശങ്കർ പറഞ്ഞത് നമ്മുടെ ഓർമ്മയിലുണ്ട്. അത് നമ്മൾ ഓർത്തെടുക്കണം. അവിടെയാണ് മലപ്പുറം വിരുദ്ധ പരാമർശത്തിലൂടെ പിണറായി വിജയനും CPMന്റെ നേതാക്കന്മാരും ഒക്കെ ആക്ഷേപിച്ചത്. ഇവിടെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, മലപ്പുറത്തെ സാധാരണക്കാർ തീരുമാനിക്കട്ടെ. മലപ്പുറത്തെ സാധാരണക്കാർ എല്ലാവരും തീവ്രവാദികളും, എല്ലാവരും മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നവരും, എല്ലാവരും സ്വർണ്ണക്കടത്ത് നടത്തുന്നവരും അല്ല എന്ന് പിണറായി വിജയന്റെ പോലീസിന്റെ മുമ്പിൽ തെളിയിക്കാനുള്ള ഒരു അവസരം അത് അവർ തെളിയിച്ചോളും. ഇനി രണ്ടാമത്തെ, അരുൺകുമാർ പറഞ്ഞ EP ജയരാജന്റെ നേതൃത്വത്തിൽ കർഷക ജാഥ നടക്കുന്നു. ആരാ EP ജയരാജൻ? എന്താ പുള്ളിയുടെ പ്രധാന കൃഷി? വൈദേഹ്യം റിസോർട്ട്. പിന്നെ ജാവദേക്കറെ കാണുന്നത് അതോ എന്തോ ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ താല്പര്യങ്ങളാണല്ലോ, ബിസിനസ് താല്പര്യങ്ങളാണല്ലോ. പക്ഷേ ഈ കർഷക ജാഥ നടത്തുമ്പോൾ EP ജയരാജൻ അടക്കമുള്ള CPMന്റെ നേതാക്കന്മാർ നിലമ്പൂർ മണ്ഡലത്തിലെ കർഷകരോട്, മലയോര കർഷകരോട് പറയാൻ ധൈര്യം കാണിക്കും. കൃഷിയുണ്ടെങ്കിലേ ജാഥ നടത്താൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നത് ബാലിശമല്ലേ? നിങ്ങളുടെ കർഷക നേതാക്കൾ നിങ്ങൾ മലയോര മേഖല ജാഥയൊക്കെ നടത്തിയല്ലോ, VD സതീഷിനൊക്കെ അല്ലേ? അദ്ദേഹം കർഷകനായതുകൊണ്ടാണോ? മാധു, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ EP ജയരാജന് കൃഷി നടത്തണം എന്ന് ഞാൻ പറഞ്ഞില്ല. EP ജയരാജൻ കപ്പകൃഷിയോ വാഴകൃഷി നടത്തണോ അല്ലെങ്കിൽ നെൽകൃഷി നടത്തണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയാൻ വരുന്ന കാര്യം വേറെയാണ്. നിലമ്പൂർ മണ്ഡലത്തിലെ റബ്ബർ കർഷകർക്ക് 250 രൂപ താങ്ങുവില കൊടുക്കും എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് 9 വർഷമായി താങ്ങ് കൊടുക്കുന്നുണ്ടല്ലോ. ആ താങ്ങ് നിർത്തിയിട്ട് 250 രൂപ റബ്ബർ കർഷകർക്ക് താങ്ങുവില കൊടുക്കാൻ പറ്റിയോ എന്ന് പറയണം. അതുപോലെ മലയോര കർഷകർ നേരിടുന്ന വന്യജീവി അക്രമങ്ങളുടെ സമയത്ത് ഈ വനം വകുപ്പിന്റെ ജീപ്പിന് ഡീസൽ ഇല്ല എന്നുള്ള ആക്ഷേപം വരെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ആന ആളുകളെ ചവിട്ടിക്കൊല്ലുകയും കടുവ കടിച്ചു നിന്ന് കൊല്ലുകയൊക്കെ ചെയ്യുമ്പോൾ വനം വകുപ്പ് മന്ത്രിയുടെ നിലപാട് എന്തായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ കേരളത്തിലെ വനം വകുപ്പ് മന്ത്രിക്ക് തൊട്ട് പ്രശ്നമുണ്ട്, വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല. അപ്പോൾ ആളുകൾ മരണപ്പെട്ട് കിടക്കുമ്പോൾ പോലും ഹിന്ദിപ്പാട്ട് പാടി ആസ്വദിക്കുന്ന വനം മന്ത്രിയെ ആ സ്ഥാനത്ത് വീണ്ടും അവരോധിച്ചിരുത്തിക്കൊണ്ട് അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടാണ് CPMന്റെ പ്രതിനിധി പറയുന്നത് ഉദ്യോഗസ്ഥർ മുഴുവൻ കേന്ദ്ര സർക്കാരിന്റെ BJPയുടെ വിടുപണി ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ മലയോര മേഖലയിലെ ആളുകൾക്ക് തയ്യാറാണോ എന്ന് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കാണാമല്ലോ. ഇനി അടുത്തത്,
അദ്ദേഹം പറഞ്ഞ പെൻഷൻ കൊടുത്തു എന്നാ. നിങ്ങൾ പെൻഷൻ നിങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞത് 2500 രൂപയാക്കുമെന്നാണ്. പക്ഷെ 1600 രൂപ പോലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റാതെ കുടിശ്ശികയായിട്ട് കിടക്കുന്നു. ഇനി ലൈഫ് മിഷനെ കുറിച്ച് പറഞ്ഞാൽ 1,26,000 കുടുംബങ്ങളാണ് അടുത്ത ഗഡു കിട്ടാത്തതിന്റെ പേരിൽ മേൽക്കൂരയില്ലാത്ത കെട്ടിടത്തിൽ ടാർപോളിംഗ് ഷീറ്റ് വിരിച്ചു കിടക്കുന്നത്. ലൈഫ് മിഷനിൽ ഒരു കുടുംബത്തിന് വീട് വെക്കാൻ, അത് കോൺഗ്രസ്സുകാരനോ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനോ ആരും ആയിക്കോട്ടെ, വീട് വെക്കാൻ കൊടുക്കുന്നത് 4 ലക്ഷം രൂപ മാത്രമാണ്. അതിൽ സംസ്ഥാന സർക്കാരിന്റെ 1 ലക്ഷവും എന്തോ ആയിക്കോട്ടെ, ആ 4 ലക്ഷം രൂപ കിട്ടുന്ന പാവപ്പെട്ടവൻ ഇവിടെ കിടക്കുന്നു. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളം നവീകരിക്കാനേ 11 ലൈഫ് മിഷന്റെ വീടിന്റെ പണം ചെലവഴിച്ചത്. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ തൊഴുത്ത് നവീകരിക്കാനേ 11 കുടുംബങ്ങൾക്ക് ലൈഫ് മിഷനിൽ വീട് കൊടുക്കുന്ന പണം ചെലവഴിച്ചത്. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ 2 നിലയുള്ള കെട്ടിടത്തിൽ ലിഫ്റ്റ് വെക്കാൻ വേണ്ടിയിട്ടേ 5 കുടുംബങ്ങൾക്ക് ലൈഫ് മിഷനിൽ വീട് വെക്കാനുള്ള പണം ദൂർത്തടിച്ചത്. അപ്പം നിങ്ങൾ ആരോടാണ് നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് എന്നൊക്കെ നാട്ടിലെ ആളുകൾക്കറിയാം. ആളുകൾ തീരുമാനിക്കട്ടെ, ജനങ്ങൾക്ക് ലൈഫ് മിഷനിൽ എത്രത്തോളം വീട് കിട്ടി, എങ്ങനെയാണ് കിട്ടിയത്. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ തൊഴുത്തിലെ പശുവിന് കിട്ടുന്ന പ്രയോറിറ്റി ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിക്കാരായ ലൈഫ് മിഷനിൽ വീടിന് അർഹതപ്പെട്ട മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് പോലും കിട്ടിയോ എന്ന് അവർ വിലയിരുത്തട്ടെ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അവർ പറഞ്ഞതിന് കൗണ്ടറായിട്ട് ഞങ്ങൾക്കും പറയാനുണ്ട്. അപ്പൊ ഈ പറഞ്ഞു പോകാതെ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം മാധവ്. ഞാൻ പറയുന്നത്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പറയുന്നത് 700 രൂപയെങ്കിലും മിനിമം ആക്കി തരണമെന്ന് മുമ്പ് CPM-ന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന, മുമ്പ് CPM-ന്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ള, CITU ഉൾപ്പെടെ കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന് പുറത്ത് സമരം ചെയ്ത് ആവശ്യപ്പെട്ടിട്ടുള്ള, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ആവശ്യപ്പെട്ടിട്ടുള്ള അതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് 100-ലധികം ദിവസമായിട്ട് സെക്രട്ടേറിയറ്റിന് പുറത്ത് സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുടെ രാഷ്ട്രീയമില്ലേ? അതാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങളുടെ രാഷ്ട്രീയം എന്താ? 1,72,00,000 രൂപ മാസപ്പടിയും 1 കോടി രൂപ മറ്റേപ്പാട് കടവും വാങ്ങിയിട്ട് അത് എന്തിന്റെ പേരിലാണ്, എന്ത് സേവനത്തിന് വാങ്ങിയതെന്ന് പറയാൻ പോലും ഉത്തരം കിട്ടാതെ രാജ്യത്തെ ഹൈക്കോടതികൾ കയറി ഇറങ്ങി നടക്കുന്ന വീണ തൈക്കണ്ടില, LDF-ന്റെ സ്ഥാനാർത്ഥി, LDF-ന്റെ സമരമുഖം. ഞങ്ങൾ പറയുന്നത് ആശാ വർക്കർമാരുടെ രാഷ്ട്രീയം, ഞങ്ങൾ പറയുന്നത് പെൻഷൻ കിട്ടാത്തവരുടെ രാഷ്ട്രീയം, ഞങ്ങൾ പറയുന്നത് ക്ഷേമനിധി കിട്ടാത്തവരുടെ രാഷ്ട്രീയം, ഞങ്ങൾ പറയുന്നത് റേഷൻ മുടങ്ങുന്നവരുടെ രാഷ്ട്രീയം, ശമ്പളം മുടങ്ങുന്നവരുടെ രാഷ്ട്രീയം, കരാറുകാരുടെ കണ്ണീരിനെ കുറിച്ചിട്ട്, കർഷകരുടെ കണ്ണീരിനെ കുറിച്ചിട്ട്, നെല്ല് ഏറ്റെടുത്തിട്ട് അതിന്റെ പണം കിട്ടാത്തവരെ കുറിച്ചിട്ട്, അങ്ങനെയുള്ള വിഷയങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറയുന്നതാണോ ശരി, CPM പറയുന്നതാണോ ശരിയെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. BJP-യെ കൂട്ടുപിടിച്ച് നിങ്ങൾ CJP ആയിട്ടാണോ മത്സരിക്കുന്നത് എന്നുകൂടി അറിഞ്ഞാൽ ഞങ്ങൾക്ക് കൊള്ളാം. ശരി. ഈ ശ്രീ PR ശിവശങ്കർ, ഇപ്പൊ നിങ്ങൾക്ക് അവിടെ ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പിൽ 8000 വോട്ടുകളുണ്ട്. നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ നിങ്ങൾ ഔദ്യോഗികമായൊരു തീരുമാനമെടുത്തിട്ടില്ല. ആ സാവകാശം വേണം എന്ന ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ അങ്ങ് പറയുകയും ചെയ്തു. പക്ഷേ അങ്ങനെ തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ വോട്ട് എങ്ങോട്ട് പോയി എന്ന് ആര് ജയിച്ചാലും നിങ്ങൾക്ക് നേരെ ചോദ്യം വരും. ഇല്ല, ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയേക്കാൻ മറ്റുള്ള ഒരുപാട് സാധ്യതകൾ ഞങ്ങൾ കാണുന്നുണ്ട്. ഞാൻ അക്കാര്യത്തിലേക്ക് സമയമുണ്ടെങ്കിൽ കടക്കാം. 2 കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് അരുൺ, അദ്ദേഹം പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അരിവാൾ ചുറ്റിക ദശകത്തിൽ മത്സരിക്കണമോ വേണ്ടയോ. അരിവാൾ രോഗം വന്ന് മരിച്ച ഒരു പാർട്ടിയുടെ ചിഹ്നവും ഒരു അസുഖത്തിൻ്റെ പേരും ഒന്നായത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഒരു വലിയ കാര്യമായിപ്പോയി, അതൊരു വലിയൊരു ഗതികേടായിപ്പോയി ആ പാർട്ടിയുടെ. അപ്പോൾ അരിവാൾ രോഗം വന്ന് മരിച്ച 3-4 പേര് ഇന്ന് കേരളത്തിലുണ്ട്. അവർക്ക് മരുന്നില്ലായിരുന്നു. 1. 2, അവർ പറഞ്ഞ ഒരു കാര്യം തന്നെ, ഈ വന നിയമം പാസ്സാക്കുവാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു, അതുകൊണ്ട് പറ്റുന്നില്ല. CAA നിയമം വന്നപ്പോൾ സംസ്ഥാന സർക്കാർ പറഞ്ഞത് എന്താണ്, അതങ്ങ് ഭരണത്ത് വെച്ചാൽ മതി, ഞാൻ നിശ്ചയിക്കും കൂടെ എന്താ നിയമം എന്ന് പറഞ്ഞപ്പോൾ ഈ വന നിയമത്തിൻ്റെ കാര്യത്തിൽ ഇരട്ടച്ചങ്കുള്ള നമ്മളുടെ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ടത് പറ്റിയില്ല എന്നുള്ള ചോദ്യം. 3, അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന ഇലക്ഷൻ ഇവിടെ വന നിയമത്തിൽ ഞാൻ പറഞ്ഞ ഫണ്ട് അതില്ല, അങ്ങനൊരു സംഭവം ഇല്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ദയവായി മാതൃഭൂമിയുടെ തന്നെ ന്യൂസ് 17 ജൂൺ 2023 TG ബേബിക്കുട്ടി അദ്ദേഹം എഴുതിയ റിപ്പോർട്ട് ഒന്ന് മാധു എടുത്ത് അയച്ചു കൊടുക്കണം. അതിൽ കൃത്യമായി പറയുന്നുണ്ട് 200 കോടി രൂപ 134 കിലോമീറ്റർ ഫെൻസിങ്ങിന് വേണ്ടി അനുവദിച്ചു. 40 കിലോമീറ്റർ മാത്രമാണ് അന്ന് പണിതത്. ഇപ്പോൾ ചെക്ക് ചെയ്തപ്പോഴും ഏതാണ്ട് 70 കിലോമീറ്റർ മാത്രമാണ് പണിതത്. അതുകൊണ്ടാണ് 60-40 എന്ന രൂപത്തിൽ ലാപ്സ് ആയിപ്പോയി എന്ന കണക്ക് മാതൃഭൂമി പത്രം തന്നെ മുന്നോട്ട് വെച്ചുള്ളത്. അദ്ദേഹത്തിന് ഒന്ന് എടുത്തു കൊടുക്കണം. അതുമാത്രമല്ല, ST ഫണ്ട് കേരള കൗമുദി, ജന്മഭൂമിയല്ല കേരളഭൂമി പറഞ്ഞിരിക്കും, കേരളഭൂമി പറഞ്ഞു 71,000 കോടി രൂപ 5 വർഷം കൊണ്ട് ലാപ്സ് ആയിപ്പോയി. ഇതൊക്കെ കേന്ദ്രത്തിന്റെ കുഴപ്പം കൊണ്ടാണോ? കേന്ദ്ര സർക്കാർ തന്ന പണം 71,868 കോടി രൂപ ലാപ്സായി പോയിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ വന്യമൃഗങ്ങൾ 21 പേരെ കൊന്നു. ഈ സംസ്ഥാന സർക്കാരിലെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആനകളെ പിടിക്കുവാനായിട്ട് കോടതിയിൽ പോയിട്ട് അത് പാടില്ല എന്നുള്ള നിയമത്തിന് എതിരായി ശക്തമായി പ്രവർത്തിച്ചത്. ആനകളെ പിടിക്കാൻ പാടില്ല, വനത്തിൽ നിന്ന് ആനകളെ പിടിച്ച് കാട്ടാനകളെ പിടിച്ച് നാട്ടാനയാക്കാൻ പാടില്ല എന്ന നയമല്ലേ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ വെച്ചത്. അത് തന്നെയല്ലേ സുപ്രീം കോടതി പോയത്. അത് മാറ്റാൻ തയ്യാറുണ്ട്. അത് ഇവർ മാറ്റിയാൽ പോരെ.
മദനിക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത്തരത്തിൽ വലിയ വാദഗതികളും ഒരുമിച്ച് പ്രമേയങ്ങളും പാസ്സാക്കുന്നവർ എന്തുകൊണ്ട് ഈ പറയുന്ന സംസ്ഥാനത്തെ പാവപ്പെട്ട ആദിവാസികൾക്കെതിരെ വനവാസികൾക്കെതിരെ നടക്കുന്ന ഇത്തരം ക്രൂരതകളിൽ ഒരുമിച്ച് നിൽക്കുന്നില്ല, പ്രവർത്തിക്കുന്നില്ല? കേന്ദ്ര നയം തെറ്റാണെങ്കിൽ അതിനെതിരെ ഒരുമിച്ച് വരുന്നില്ല? എന്തുകൊണ്ട് ഫണ്ട് ലാപ്സ് ആവുന്നതിൽ പ്രവർത്തിക്കുന്നില്ല? എന്തുകൊണ്ട് ഈ ഫെൻസിങ്ങിൻ്റെ കാര്യത്തിൽ ഇത്തരം തീരുമാനങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കുവാനും അതിനെതിരെ നടപടികൾ എടുക്കാൻ കഴിയുന്നില്ല? നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത്തരത്തിൽ കാട്ടാന ശല്യം ഉണ്ടാവുമ്പോൾ, മൃഗശല്യം ഉണ്ടാകുമ്പോൾ കാട്ടാനകളെ മെരുക്കി കേരളത്തിലേക്ക് വന അതിർത്തിയിൽ നിന്ന് കൊണ്ടുവരികയും അവയുടെ മറ്റുള്ള രീതിയിലുള്ള സംരക്ഷണവും നടപ്പിലാക്കുവാനുള്ള ഒരു നിയമം പാസ്സാക്കിക്കൊണ്ട് ഹൈക്കോടതിയിലേക്ക് സുപ്രീം കോടതിയിലേക്ക് പോകാൻ കഴിയുന്നില്ല? ഇതൊക്കെ ജനങ്ങൾ ചോദിക്കുന്ന കാര്യമല്ലേ? അതുപോലെ തന്നെ 6 ഏക്കർ ഒരു മന്ത്രിയും ഒരു മുൻ MLA യും കയ്യേറുമ്പോൾ സാധാരണ ജനങ്ങൾ, കോൺഗ്രസ് ഇത്ര വലിയ ആദിവാസി സ്നേഹം പറയുമ്പോൾ മുത്തങ്ങയിൽ 16 പേരെ വെടിവെച്ച് കൊന്ന അവരുടെ കുടുംബാംഗങ്ങൾക്കെങ്കിലും അവരുടെ അടുത്ത തലമുറയ്ക്കെങ്കിലും ഈ അൻവറിന്റെ സ്ഥലം എഴുതി കൊടുത്ത് അവിടെ നിന്ന് ഏതാണ്ട് ഒരു 100 കിലോമീറ്റർ പോലും ഇല്ലല്ലോ, ഇങ്ങോട്ട് മാറ്റി താമസിപ്പിച്ചിട്ട് ആദിവാസി സ്നേഹം ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവ് ജിൻഡോ ജോൺ പറയണം എന്ന് കൂടി ജനങ്ങൾ ഡോക്ടർ ജിൻഡോ ജോൺ എണ്ണി അതായത് അടിസ്ഥാന വർഗങ്ങളുടെ ജീവിത പ്രശ്നവും അവരുടെ സമരമുദ്രാവാക്യങ്ങളും ഏറ്റെടുക്കുന്ന ഒരു സംഘടന എന്ന നിലയ്ക്ക് അഭിമാനം കൊള്ളുന്ന ഒരാളാണ് നിങ്ങൾ. ഡോക്ടർ ജിൻഡോ ജോൺ എണ്ണി പറഞ്ഞ അടിസ്ഥാന വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് വന്നാൽ, പ്രോഗ്രസ് കാർഡിനപ്പുറത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് കളരിയിൽ ചർച്ചയ്ക്ക് വന്നാൽ അവിടെ നിങ്ങൾക്ക് കൃത്യമായ മറുപടി പറഞ്ഞ് മുന്നോട്ട് പോകാനാകുമോ? ഈ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി ഏറ്റവും ആദ്യം പറഞ്ഞത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 52 മണ്ഡലങ്ങളിൽ RSS CPM-നെ സഹായിച്ചു എന്ന് ഓർഗനൈസറിന്റെ ഏതോ പ്രധാനപ്പെട്ട ആൾ പറഞ്ഞു എന്ന രൂപത്തിലാണ്. ഞാൻ കേട്ടിട്ടില്ല, പൊതുസമൂഹത്തിൽ ആരും കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അങ്ങയോട് വന്ന് സ്വകാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പുറത്തു വിടണം. ഇത്തരം ചർച്ചകളിൽ വന്ന് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നത് ഒരു തൊഴിലാക്കി മാറ്റരുത് ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ കോലിബി സഖ്യവും ആരെ സഹായിച്ചു എന്ന് കുറെ വർഷങ്ങൾ 91 മുതലുള്ള തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം നോക്കിയാലും അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് നോക്കിയാലും നമുക്കറിയാം. പിന്നെ താങ്കൾ പറഞ്ഞല്ലോ ഈ അടിസ്ഥാന വിഭാഗത്തിന്റെ കാര്യങ്ങൾ, ഞാൻ അത് തന്നെ ആദ്യം പറഞ്ഞത്. ഞാനത് ഒന്നായി പറഞ്ഞപ്പോൾ ആങ്കർ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് പ്രോഗ്രസ് റിപ്പോർട്ടിലെ കാര്യങ്ങൾ ഓരോന്നായി പറയാൻ പറ്റിയ ചർച്ചയല്ല ഇതെന്ന്. കാരണം അത് തന്നെയാണ് നേരെ തിരിച്ച് ഇതൊന്നും ഇല്ല എന്ന് UDF പ്രതിനിധി പറഞ്ഞ്. ഏത് രംഗത്താണ് ഈ ഗവൺമെന്റ് പരാജയം എന്ന് വസ്തുതകൾ വെച്ച് നിങ്ങൾക്ക് പറയാമോ? ഇവിടെ അതിദാരിദ്ര്യ സർവേ നടത്തി 62,000 പേർ ഇവിടെ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണെന്ന് കണ്ടെത്തി. അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ നിരവധി ഇടപെടൽ നടത്തി. ഇവിടെ 57,000 പേർ ദാരിദ്ര്യ വിമുക്തരായിട്ട് മാറി. ഈ നവംബർ 1 പട്ടിണിയില്ലാത്ത നാടായി, ദാരിദ്ര്യമില്ലാത്ത നാടായി നമ്മുടെ നാടിനെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. പല സംസ്ഥാന നിയമസഭാ മണ്ഡലങ്ങളും അത്തരത്തിൽ പ്രഖ്യാപനം കഴിഞ്ഞു. പിന്നെ കുറെ നാളായിട്ട് നിങ്ങൾ പറയുന്ന ആരോപണം ഏത് രംഗത്താണ് നിലനിൽക്കുന്നത്? വൈദ്യുതി രംഗത്താണോ, ജലരംഗത്താണോ, വീടിന്റെ രീതിയിലാണോ, സാമൂഹ്യ സുരക്ഷയുടെ കാര്യത്തിലാണോ, പശ്ചാത്തല വികസന രംഗത്തിലാണോ? നിങ്ങൾ ഒച്ചയൊന്നും എടുക്കല്ലേ അവിടെ ഉണ്ടായി. ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് തന്നെ ബജറ്റ് അവതരിപ്പിക്കുന്നതിന്റെ തലേദിവസം പാർലമെന്റിൽ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് വെച്ചു. സുസ്ഥിര വികസന സൂചികയും മാനവ വിഭവ സൂചികയും. ഈ സൂചിക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ എല്ലാ മേഖലകളും തന്നെയാണ്. ആ മേഖലകളിലെല്ലാം ഒന്നാമതെത്തിയ സംസ്ഥാനമെന്ന് ഈ കേരളത്തിന്റെ സംസ്ഥാനത്തെയാണ് ഏറ്റവും കൂടുതൽ അവാർഡ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. 100-ലധികം പ്രോത്സാഹനമാണ് ഈ കേരളത്തിന് കിട്ടിയത്. അതുപോലെ അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഈ സംസ്ഥാനമായി മാറി. അതുപോലെ ഏറ്റവും മികച്ച ക്രമസമാധാന പരിപാലനമുള്ള സംസ്ഥാനം. ഇതൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യട്ടെന്നേ. ആ ചർച്ച ചെയ്യുമ്പോൾ കൃത്യമായ ജനങ്ങൾക്ക് ബോധ്യപ്പെടും. പിന്നെ ആശാ വർക്കേഴ്സ് സംഘംവാടി ചർച്ച ചെയ്തോട്ടെ. അങ്ങ് ഭരിക്കുന്ന അങ്ങയുടെ പാർട്ടി ഭരിക്കുന്ന കർണാടകത്തിൽ എത്രയാ, കേരളത്തിൽ എത്രയാ, ഈ കേരളത്തിൽ ഈ LDF-ന്റെ കാലത്ത് വർദ്ധിപ്പിച്ചത് എത്രയാ, ഇരിക്കേണ്ടി വന്നത് അല്ലേ? അവരുടെ തൊലിയുടെ നിറം കറുത്തതായതുകൊണ്ട് ക്രമസമാധാന നിലത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന തർക്കത്തിലേക്ക് പോകേണ്ടതില്ല. ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ നിരന്തരം രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതാണ്. നമ്മൾ നിരന്തരം രാഷ്ട്രീയ